സോ ഹായ് ഗൈസ്, അപ്പൊ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് കൊണാദ പോഡ്കാസ്റ്റ്. നമ്മള് കുറെ ദിവസമായല്ലേ, കുറെ ദിവസമല്ല കുറെ മാസങ്ങളോളമായി കുറച്ച് തിരക്കിലും കാര്യങ്ങളിലും ഒക്കെ ആയിരുന്നു ഗൈസ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ വരാതിരുന്നത്. പിന്നെ ഞങ്ങള് വൺസ് മൂവി പ്രൊമോഷൻസ് ഞങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കിന് കണ്ടിന്യൂസ് ആ സീക്വൻസ് മാത്രമായി. അപ്പൊ ഞങ്ങൾ ആക്ച്വലി ഇത് ബേസിക്കലി ഈ ഒരു പോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങിയത് പോലും എന്താ പറയുക, റോ ആയിട്ട് അല്ലെങ്കിൽ അൺഫിൽറ്റേഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ആൾക്കാരുടെ സക്സസ്ഫുൾ ആയിട്ട് ആൾക്കുള്ള ആൾക്കാരുടെയും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സാധനം തുടങ്ങിയത്. അത് ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ നമ്മൾ പ്രൊമോഷൻസ് പോലത്തെ, അതായത് ഞങ്ങൾക്ക് ഉറപ്പായിട്ടും ഒബ്വിയസ്ലി ടോവിനോ അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ആസിഫ് അലിയൊക്കെ പോലത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ ബിഗ് ഷാർക്സാ. ഞങ്ങൾ അതിലേക്കൊക്കെ എത്തിപ്പെടാൻ ഒരുപാട് സമയം എടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇനിഷ്യലി തന്നെ നമ്മൾ പെട്ടെന്ന് അവിടെ എത്തിയത് കൊണ്ട് ഞങ്ങൾക്ക് അത് കഴിഞ്ഞപ്പോൾ ആ ഒരു സ്ഥാനത്തിലോട്ട് കണ്ടിന്യൂസ് ഫ്ലോ പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയാണ് ബേസിക്കലി ഞങ്ങൾ ആ സമയത്ത് ഒരു ഗ്യാപ്പ് എടുത്തത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഓണം ഇങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ആയിട്ട് പരിപാടികൾ വന്നു. പിന്നെ ഞാൻ പുറത്തായിരുന്നല്ലോ, അറിയാലോ. എവിടെ? വീടിന് പുറത്ത്. അല്ല, എടുത്ത് പറയണ അല്ലെ, ആൾക്കാർ വിചാരിക്കുന്ന ഗൾഫിലോ യു കെയിലോ ഒക്കെ പോയത്. വീടിന് പുറത്തായിരുന്നു. കുറച്ച് നാള് അളിയൻ കുറച്ച് ഡിപ്രഷനൊക്കെ അടിച്ച് ഇരിക്കുവായിരുന്നു. ആണല്ലേ? കരയരുത്. ഓക്കെ. അപ്പോ അങ്ങനത്തെ കുറച്ച് തിരക്കുകളിലും കാര്യങ്ങളിലൊക്കെ ആയതുകൊണ്ടാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും ഓണം കഴിഞ്ഞിട്ടാ കാണുന്നത് നമുക്കറിയാം. അപ്പൊ എന്നാലും ഒരു ഹാപ്പി ഓണം. അതെ, ബിലേറ്റഡ് ഹാപ്പി ഓണം നമ്മുടെ സൈഡിൽ നിന്ന് വിഷ് ചെയ്യുന്നു. എല്ലാവരുടെയും ഓണമൊക്കെ അടിപൊളിയായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെന്താ കാണാബി വിശേഷം? എന്റെ ഓണം ഈ വട്ടത്തെ ഓണം അത്ര സുഖകരമായിട്ടുള്ള ഓണം അല്ലായിരുന്നു എനിക്ക്. അതെ, നിന്റെ? എനിക്ക് നോർമൽ ദിവസം പോലായിരുന്നു. ആണല്ലേ? ബോധം ഉണ്ടായിരുന്നു? ബോധം ഉണ്ടായിരുന്നു. ഈ മദ്യവിരുദ്ധ പാർട്ടികളായിരുന്നു ഞങ്ങളും കൂടുതൽ. ഞാൻ അതിൽ കൂടുതൽ സംസാരിക്കണല്ലേ. അപ്പൊ നമ്മളിരുന്ന് അധികം കുണ പറഞ്ഞ് ഇതാക്കുന്നില്ല. സോ അപ്പൊ ഗൈസ്, നമുക്ക് ഇന്നത്തെ എപ്പിസോഡില് ഈ ഒരു പോഡ്കാസ്റ്റ് സത്യം പറഞ്ഞ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഉണ്ടായ ഒരു പോഡ്കാസ്റ്റ് ആണ്. അതായത് ഇന്നത്തെ എപ്പിസോഡ് സൗഹൃദത്തിന്റെ പുറത്തുണ്ടാകുന്ന ഒരു പോഡ്കാസ്റ്റ് ആണ്. കാരണം ഞങ്ങളൊരു ഗസ്റ്റ് എന്നുള്ള രീതിയിലല്ല പുള്ളിയെ വിളിക്കണേ. ഞങ്ങൾക്ക് സഹപാഠി എന്ന് പറഞ്ഞാൽ കൂടെ പഠിച്ച ആളാണ്. കൂടെ പഠിച്ചാണ് അതിന്റെ പഠിച്ചില്ല ഏകദേശം എന്തൊക്കെയാണ്. അപ്പൊ ആളെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ലൈവിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നിങ്ങൾ തമ്മിലൊക്കെ കണ്ടിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം ആൾ ആരാണെന്ന് എന്തായാലും. അപ്പം വി ആർ വെൽക്കമിങ് അൻവിൻ ബ്രോ ടു അവർ എളിയ പോഡ്കാസ്റ്റ്. അപ്പൊ അൻവിൻ ബ്രോ വെൽക്കം. നേരെ വന്നു. ഇനി മിസ്ഫുൾ ആയിട്ട് വരും. ഇവിടെ വരും. ഗൈസ്, ആക്ച്വലി സത്യം പറഞ്ഞുണ്ടല്ലോ, ഇതൊരു റീടേക്ക് ആണ്. ഞങ്ങളൊരു കറണ്ട് പോയി 35 മിനിറ്റ് ഇരുന്ന് കൊണയൊക്കെ അടിച്ച് 40-ഓളം മിനിറ്റ് ഇരുന്ന് കൊണയടിച്ച് എല്ലാം സംസാരിച്ച് റെഡിയായി വന്നപ്പം എന്റെ വീട്ടിലെ കറണ്ട് പോയി. ഫ്ലാഷ് ബാക്ക്. ഞങ്ങള് ഫോർസ, അതായത് എന്റെ ഇൻവെർട്ടറിന്റെ ബാക്കപ്പ് ആക്ച്വലി എല്ലാ ദിവസവും ഉണ്ടാകുന്നതാണ്. ഇന്നലെയാണ് ഇൻവെർട്ടർ അടിച്ചു പോയത്. ഇതിനിടയ്ക്ക് ഒരുവട്ടം അടിച്ചു പോയിട്ട് ഞാൻ മാറ്റിയതാ. അപ്പൊ പുതിയ ഇൻവെർട്ടർ വെച്ചപ്പോ പുള്ളി ഓൾറെഡി ഒരു 15 ദിവസത്തെ ടെസ്റ്റ് എനിക്ക് തന്നതാ. അപ്പൊ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. അപ്പൊ അത് പുതിയൊരു ബ്രാൻഡാ. അപ്പൊ ഞാൻ പുതിയ അത് വെച്ചപ്പോഴത്തേക്കിന് അതിവിടെ വർക്ക് ആവുന്നില്ല. കറക്റ്റ് ഞങ്ങൾ ഒരു 10-40 മിനിറ്റ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് അടിച്ചു പോയി. ഇനി ആ കറണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ബ്രാൻഡ് പേര് വിളിച്ചു പറയും. ബ്രാൻഡ് എക്സ്ക്ലൂസീവ്. ആദ്യമായിട്ട് പറഞ്ഞ് ഞാൻ മറ്റേ ജാമ്പോന്റെ കാലത്തൊക്കെ പോയിട്ടുണ്ട്. എല്ലാ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒന്നുകൂടെ കോണ. പിന്നെ നമ്മള് റിഹേഴ്സൽ വെച്ചെടുക്കാത്തതുകൊണ്ട് അൻവിൻ ബ്രോ നമുക്ക് എത്ര നേരം വേണേലും ഇത് റീഷൂട്ട് ചെയ്യാം. മനസ്സിലായി? നമ്മൾ സംസാരിച്ച ടോപ്പിക്സ് വേണ്ട. അതെ, അത് വിട്ടേക്കാം. നമുക്ക് ഇനിയും ഉണ്ടല്ലോ ഇഷ്ടം പോലെ പ്രകൃതിയിലേക്ക് ഇറങ്ങാം. അതെ. സോ അൻവിൻ ബ്രോ, ബേസിക്കലി ഞാൻ പറയാം, എന്നാലും എന്തൊക്കെയാണെങ്കിലും നമ്മുടെ വീഡിയോസ് ഒക്കെ കുറെ പേര് കാണുന്നവരിൽ കുറച്ച് പേർക്ക് ചിലപ്പോൾ അൻവിൻ ബ്രോ അറിയാതിരിക്കാം. എന്തായാലും ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു അൻവിൻ ബ്രോ. സെൽഫ് ഇൻട്രൊഡക്ഷൻ. അതെ, നോർമൽ ഒരു ഇന്റർവ്യൂല് കൊണ്ടിരുത്തിയിട്ടാണെങ്കിൽ ഇത് പറയാൻ പറഞ്ഞത് ഞാൻ പറയാം, ഞാൻ അൻവിൻ, ഞാൻ UK ബിസിനസ് നടത്തുന്ന ആളാണ്. ഇങ്ങനൊന്നും പറയാൻ എനിക്ക് ഞാനിവിടെ റോ മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ അൻവിൻ. ഞാനിവിടെ വന്നതേ ഞങ്ങൾ തമ്മിൽ ഒരു ബിസിനസ് പ്ലാൻ സംസാരിക്കാനാണ്. അതിനിടയിൽ എന്നെ ഇവിടെ പിടിച്ചിരുത്തി. ചില പേരൊന്നും കണ്ണാ കൊണ്ടു. അതൊക്കെ അങ്ങനത്തെ പേരൊക്കെ നിനക്ക് മാത്രമേ ഉള്ളൂ. മനസ്സിലായ? എനിക്ക് അങ്ങനെ ചില പേരില്ല. എടാ, ഒരു കല്ല്
എല്ലായിടത്തും മേലോട്ടെറിഞ്ഞ് തല വീഴുന്ന കണ്ണന്റെ ആയിരിക്കും കേരളത്തിൽ ഉറപ്പായിട്ടും. പിന്നെ കണ്ണൻ ട്രിഗർ ആവരുത് കേട്ടോ. കാണുന്ന കണ്ണന്മാരുടെ ഇത്രയും പ്രായമുള്ള എന്നെ നോക്കിട്ട് കണ്ണാന്നൊക്കെ വിളിച്ചു ലുലുമാളിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ കണ്ണാ ഞാനല്ല കണ്ണൻ. അപ്പൊ അൻവിൻ ബ്രോ അൻവിൻ ബ്രോ ഒരു ഇൻട്രോ പറഞ്ഞില്ലേലും ഞങ്ങളിപ്പോ വെളിയിൽ നിന്ന് വീഡിയോ കാണുന്ന ആൾക്കാരായിട്ടുള്ള ഒരു രീതിയിൽ ഞാനൊരു സാധനം പറയാം. അതായത് ഞങ്ങളിപ്പോ കാണുമ്പോണ്ടല്ലോ നമ്മള് കുറെ യൂത്ത് ആയിട്ടുള്ള ആൾക്കാർ കുറെ ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈല്, മറ്റേ കാർസ്, ഭയങ്കര അനിൽ ബ്രോയുടെ ഇതിനു മുമ്പ് ഒരു വീഡിയോക്കകത്ത് തന്നെ നമ്മൾ ഇതുപോലെ കണ്ടിട്ടുണ്ട്. മറ്റേ റിട്ടയർഡ് ലൈഫ് ആണെന്നൊക്കെ പറഞ്ഞു. അത് ഭയങ്കര മറ്റേ റീലൊക്കെ ആയിട്ട് വെട്ടിയിട്ടേക്കുന്ന സാധനമാണ് കേട്ടാ. ഇത് നമ്മൾ ചില കാര്യങ്ങളെ പറയാവുള്ളൂ എനിക്ക് അന്ന് മനസ്സിലായി. ഈ ഡയലോഗ് അടിച്ചിട്ട് ഒഫീഷ്യലി റിട്ടയർഡ് എന്നും പറഞ്ഞിട്ട് ഞാൻ UK തിരിച്ചു പോയിട്ട് ഞാനും എന്റെ മാനേജറും ഞങ്ങൾ 17 ദിവസം ഇരുന്നിട്ടില്ല. പ്രശ്നത്തോട് പ്രശ്നം, അവിടെ ആ പ്രശ്നം, ഈ പ്രശ്നം, ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണ്. അയ്യോ എന്റെ പൊന്നെ ഞാൻ റിട്ടയർഡ് ആയില്ല, കഴിഞ്ഞു. അയ്യോ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസെന്റ് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ആ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ ആൾക്കാരെന്ന് പറയുന്നത് അത് ഞാൻ സർവീസ് സെക്ടറിലാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ലോജിക് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് നീഡ്, ഫിൽ ദ നീഡ്. ഒരാവശ്യം നമ്മൾ കണ്ടുപിടിക്കുക, അത് ഫില്ല് ചെയ്യുക. ആ സർവീസ് സെക്ടറിലായിരിക്കും നമ്മുടെ എപ്പോഴും ബിസിനസ് വരുന്നത്. അതായത് ക്യാഷ് ഫ്ലോ ഒക്കെ അപ്പം ഒരു സർവീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 45 ദിവസം അല്ലെങ്കിൽ ഒരു 60 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ക്യാഷ് ഫ്ലോ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുള്ളൂ. അപ്പൊ അതുവരെ നമ്മൾ റോൾ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് അങ്ങനത്തെ ഒരു ബിസിനസ്സാണ്. ഈ ഒരു ബിസിനസ് മാത്രമാണ് ഞാനൊരു 10-40 പേര് നമ്മൾ മൊത്തത്തിലുണ്ട്. അതായത് 21 കമ്പനീസ്, അതിൽ 41-42 ഓൺടർപ്രണേഴ്സ് ഉണ്ട് നമ്മുടെ കൂടെയുള്ള. ഈ കമ്പനി മാത്രം അവര് വളർത്തിയാൽ മാത്രമേ വളരുള്ളൂ. ഒരു ഐഡിയ കിട്ടിയോ? അതായത് നമ്മൾ ബേസിക് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്ത് കൊടുക്കും, ബാക്കി അവരുടെ എഫേർട്ട് വേണം. ബാക്കി ബേസിക് അറേഞ്ച്മെന്റ്സും എല്ലാം അവരുടെ എഫേർട്ട് വേണം. തുടക്കം തൊട്ട് അവസാനം വരെ ഒന്നേ നിൽക്കണം. കാരണം ഇതൊരു ബേസ് കമ്പനിയാണ്. ഇത് എവിടെയും എത്തിയിട്ടില്ല, എത്താൻ ഇനി ഒരുപാട്. ഇപ്പൊ ഈ കമ്പനിയുടെ സക്സസ്ഫുൾ സൈഡ് എന്ന് പറഞ്ഞാൽ 3 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ ആ 3 കൊല്ലം നമുക്ക് ഫുൾ സ്ട്രഗ്ലിംഗ് ആയിരിക്കും. ആ ഒരു സെറ്റപ്പിൽ ഈ ഒരു കമ്പനി മാത്രമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് സക്സസ്ഫുൾ ആണോ ചോദിച്ചാൽ ആണ്, പക്ഷെ അല്ലെന്ന് ചോദിച്ചാൽ ഫെയിലർ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഫെയിലറിന്റെ വേർജിലാണ്. ഫെയിലർ ആവില്ല, അത് ഗ്യാരണ്ടീഡ് ആണ്. നമ്മുടെ കമ്പനി എന്തായാലും ഫ്ലോപ്പ് ആവില്ല. ഇതുവരെ ഫെയിൽ ആയിട്ടില്ല, ഇതും ഫെയിൽ ആവില്ല. അപ്പം ഇത് ഫെയിൽ ആവാതിരിക്കാനുള്ള ഏറ്റവും വലിയ റീസൺ ആണ് ഞാൻ എന്റേതായിട്ടുള്ള ബ്രാൻഡായിട്ടൊരു കമ്പനിയായിട്ട് ഞാൻ കൊച്ചിയിൽ കൊണ്ടിട്ട്, ഇതിന്റെ പേര് ഓട്ടോസ്പാന്ന. അതൊരു കാർ ഡീറ്റെയിലിംഗ് സെറ്റപ്പ് കേരളത്തിലുണ്ട്, കൊച്ചിയിലുണ്ട്. പിന്നെ കൊച്ചി അവിടെയും നമ്മൾ വിചാരിച്ച പോലെ അല്ല എക്സ്പെൻസീവ്. കൊച്ചി ഇസ് വെരി എക്സ്പെൻസീവ്. അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നമുക്കറിയാം. കൊച്ചി ഭയങ്കര എക്സ്പെൻസീവ്. ഞാൻ കൊച്ചിയിലായിരുന്നു. സത്യം പറഞ്ഞില്ല, ഞാൻ കൊച്ചിയിലായിരുന്നു. ഇൻഫോ പാർക്കിനടുത്തായിരുന്നു. മുമ്പേ ഒരു കട്ട് വന്നോണ്ട് ഏകദേശം അൻവിൻ ബ്രോയ്ക്ക് ഇവന്റെ ഗുണവധികാരം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് പുള്ളി പെട്ടെന്ന് സത്യം പറഞ്ഞല്ലോ എന്ന് പറഞ്ഞത്. ഇത്രയും നേരം കുറെ കള്ളങ്ങൾ പിടിച്ചായിരുന്നു, അതിൽ ഇടാൻ പറ്റിയില്ല. അത് മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. തുടക്കത്തോടെ എനിക്ക് അറിയാലോ. ഇതുപോലെ ഒരു സമയത്ത് റിട്ടയർമെന്റ് ലൈഫ് ആയിരുന്നു കൊച്ചിയിൽ. ഇപ്പൊ രാവിലെ എണീക്കും, രാവിലെ മേളിൽ ചായക്കട ഉണ്ടല്ലോ, അവിടെ പോയി ചായ കുടിക്കത്തില്ല. നേരെ പോകും മെഗ്ഡി പോകും. മെഗ്ഡി പോയിട്ട് അമേരിക്കൻ ലാറ്റെ കോഫി, അമേരിക്കൻ ലാറ്റെ അമേരിക്കൻ ലാറ്റെ കോഫി. അതെന്ന് പറഞ്ഞാൽ പച്ചവെള്ളം, പച്ചവെള്ളത്തില് തണുപ്പിച്ച് തരും. തണുപ്പിച്ച് ചായപ്പൊടി കിട്ടി തരും. വേറെ ഒരു സ്പെഷ്യൽ കുറെ ചായ. പച്ചവെള്ളം ലാറ്റെ വയറിലാവാനുള്ള എല്ലാം നടത്തി വെക്കുമല്ലോ. അങ്ങനത്തെ സമ്മതിച്ചു കൊടുത്താൽ നമുക്ക് പോഡ്കാസ്റ്റ് കണ്ടിന്യൂ ചെയ്യാം. പച്ചവെള്ളം അങ്ങനത്തെ ഒരു ലൈഫൊക്കെ ആയിരുന്നു. മെഗ്ഡി, രാവിലെ മെഗ്ഡി, ഉച്ചയ്ക്ക് പിസ്സ ഹട്ട്, വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേരം ചിലപ്പോ ചില ദിവസമൊക്കെ ഊണ് കഴിക്കാൻ തോന്നും. നമുക്കൊരു ക്രേവിങ്സ് വരും ഉച്ചയ്ക്ക്. ചില ദിവസം എല്ലാ ദിവസവും പിസ്സ ഹട്ടല്ല. അങ്ങനെ ലൈഫ് പൊയ്ക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. പെട്ടെന്ന് ഇപ്പം ഒരു ഡൗൺഫോൾ വന്നു. ഞാൻ ഇവന്റെ അച്ഛനെ വിളിച്ചുതരാം, മനസ്സിലായോ? ഞാൻ ഇവന്റെ അച്ഛനെ ഇപ്പൊ കോളിൽ വിളിച്ചുതരാം. വിളിച്ചു തന്നാ ഞാൻ പറയാട്ടെ, ഇവിടെ റേഷനരിക്ക് രാവിലെ പോയി ക്യൂ നിൽക്കുന്നവനാ, മനസ്സിലായോ? സീരിയസ് ആയിട്ട്, തമാശയല്ല. ഞാൻ റേഷനറി ഇത്രയും മോശമായിട്ട് പറയാല്ല, എന്നാലും അങ്ങനെ നിൽക്കുന്നവനാണ് പിസ്സ ഹട്ട് വരെ എത്തിച്ചു വെച്ചിരിക്കണം. ഞാൻ അത്ര വരെ എത്തിച്ചു വെച്ചു. വീട്ടിൽ പട്ടിണിയാണെങ്കിൽ ഞാൻ അതുവരെ എത്തിച്ചു വെച്ചു. വീട്ടിൽ പട്ടിണിയോ? കള്ളനാ. അൻവിൻ ബ്രോ, ഞാൻ പറഞ്ഞില്ലേ, ഇവൻ ഈ റിട്ടയർഡ് ലൈഫ് എന്ന് പറയണത് എന്താണെന്നറിയാമോ? ഇവന്റെ അച്ഛൻ റിട്ടയർ ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ചിരുന്ന പൈസ മുടക്കി അത് ചെലവാക്കി റിട്ടയർമെന്റ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നവൻ, അല്ലാതെ സ്വന്തമായിട്ട് ഒന്നും ചെയ്ത് റിട്ടയർമെന്റ് ലൈഫ്. അച്ഛൻ സ്വസ്ഥമായിട്ട് ഗൾഫിൽ നിന്നോണ്ടിരുന്ന ആളായിരുന്നു. അപ്പൊ അത്യാവശ്യം സാലറി ഒക്കെ ഉണ്ടായിരുന്നു. വീട്ടിലെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നു പോയിരുന്നു. അപ്പോഴത്തേക്കായിരുന്നു പെട്ടെന്ന് അപ്പവും മരിച്ചു പോയത്. അപ്പവും മരിച്ചു പോയപ്പോഴത്തേക്ക് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഇനിയും ഇവിടെ നിൽക്കണ്ട,
ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയെടുത്തു. അച്ഛൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു അച്ഛൻ്റെ അടുത്ത്, ഇനി അച്ഛൻ നേരെങ്കിൽ പോരെ. എന്നിട്ട് അച്ഛൻ നേരെങ്കിൽ വന്നു. അച്ഛൻ നേരെങ്കിൽ വന്നിട്ട് ഇപ്പൊ ഞാനും പണിയെടുക്കുന്നില്ല, അച്ഛനും പണിയെടുക്കുന്നില്ല. ആരെങ്കിലും ഒരു വിസ ഉണ്ടെങ്കിൽ എന്റെ അച്ഛൻ വരണം. ഇവരായിട്ട് പഠിക്കാൻ ഞാൻ തന്നെ അറേഞ്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്നെ ദിവസം ഭയങ്കര കാഷ്വലായിട്ട് വിളിച്ചിട്ടാണ് എന്താ ഈ പറയണത് പോലെ കുടുംബത്തിലാകെ പ്രശ്നമൊക്കെയാണ്, എനിക്ക് ഈ ഇത് കാര്യങ്ങളൊക്കെ ടേക്ക് ഓവർ ചെയ്തേ പറ്റത്തുള്ളൂ, ഇനി ഇങ്ങനെ മടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ വിസ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു, കണ്ണാപ്പി നീ ഗെയിമിംഗ് ഇപ്പൊ ഗ്യാപ്പ് എടുക്കണോ? ഇല്ല, അച്ഛനും പുറത്തു പോകുന്നതിന് ഞാൻ എന്തിനു ഗ്യാപ്പ് എടുക്കണം? അച്ഛന് വേണ്ടിയിട്ടാണ് വിസ അറേഞ്ച് ചെയ്യുന്നത്. അച്ഛന് കൂടുതലും അച്ഛന് ഇപ്പം ഇത്ര നാള് അച്ഛൻ നിന്ന് ഒമാനിലാണ്. അപ്പൊ ഇനിയും അവിടെ തന്നെ മരുഭൂമി നിർത്തണമെന്ന് ഇച്ചിരി തണുപ്പുള്ള രാജ്യത്തോട്ട് വിടാന്ന്. എന്തൊരു സ്നേഹമുള്ള പോലല്ലേ. ഒന്ന് വിചാരിച്ചാൽ നമുക്ക് UK അച്ഛനെ ഒറ്റ ഓപ്ഷൻ ഉണ്ട് UK വരാൻ. സ്റ്റുഡന്റ് വിസ എടുത്ത് അച്ഛന് പഠിക്കാൻ പോവാ. അച്ഛൻ പഠിക്കാം, അച്ഛൻ 10 വരെ പഠിച്ചിട്ടുള്ളൂ, വേണേ ബാക്കി പഠിക്കാം, +1 +2 അവിടെ പഠിക്കാം. സീനൊന്നുമില്ല എനിക്കങ്ങനെ സീനൊന്നുമില്ല. അച്ഛൻ ഇപ്പം +1 +2 പഠിക്കുന്ന പറഞ്ഞാൽ എനിക്ക് അങ്ങനെ നാണക്കേടോ അല്ലെ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുന്നോ അങ്ങനത്തെ തോട്ടുന്നില്ല എനിക്ക്. ഇപ്പൊ അച്ഛനെ വേണേ ഇപ്പൊ +1 വിടാൻ ഞാൻ റെഡിയാണ്. എന്നെ ഫോക്കസ് ചെയ്യണേ. എന്ത് സീരിയസ് ആയിട്ടാണ് അമ്മ അത് പറയണേ. അച്ഛനെ അല്ല എനിക്ക് അങ്ങനത്തെ വിഷയമൊന്നുമില്ല. അച്ഛൻ പഠിക്കട്ടെ. നീ എത്ര നാൾ അച്ഛനെ പ്ലാച്ച് ജീവിക്കും? ചോദ്യം. അല്ല എനിക്ക് അങ്ങനത്തെ വിഷയമൊന്നുമില്ല. അച്ഛൻ ഇപ്പൊ +1 പഠിക്കണം. അച്ഛൻ ഇപ്പൊ നാളെ പ്രശ്നമില്ല. ആ മനുഷ്യനൊരു ഇതുണ്ടാവില്ലടാ. അതൊന്നും അച്ഛനൊരു വിഷയമില്ല. എന്നെ നടുക്ക് പിടിച്ചിരുത്തിട്ട് ഇടം പല ഇവന്റെ ജീവിതം പറഞ്ഞാൽ അതൊരു ദുരന്ത എപ്പിസോഡ്. ഇത് നമ്മുടെ ഗസ്റ്റ് എപ്പിസോഡാണ്. അപ്പൊ അൻവിൻ ബ്രോ, ഞങ്ങളിപ്പോ ബേസിക്കലി ഞാൻ പറഞ്ഞേ, നിങ്ങളുടെ ഈ ലൈഫ് സ്റ്റൈല് കണ്ടിട്ടേ ഇൻസ്പയർഡ് ആയിട്ട്, അല്ലെങ്കിൽ ലൈക്ക് ഇതുപോലെ ലേക്ക് എത്തണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവണം എന്നുള്ള തോട്ട്സ് ഉള്ള കുറെ ഈ ഓഡിയൻസ് തന്നെ. ഞാൻ അൻവിൻ ബ്രോയുടെ കമന്റ് സെക്ഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ലൈഫ് തന്നെ ഇതൊക്കെയാണ് ലൈഫ്, ജീവിതം. അപ്പൊ ഇവർക്കാർക്കും ഇവരെല്ലാം വിചാരിക്കണ മറ്റേ സക്സസ്ഫുൾ ആയിട്ടിരുന്ന് കൊണയടിക്കണതാണെന്നാണ്. ഞാനാണെങ്കിലും പറഞ്ഞില്ലേ, എന്റെ ഇന്റർവ്യൂസിലൊക്കെ കമന്റ് സെക്ഷനിലൊക്കെ വരുമ്പോൾ സക്സസ്ഫുൾ ആയിട്ടിരിക്കുന്ന എന്ത് ഗുണം വേണേലും പറയാം എന്നുള്ളത്. അപ്പൊ അൻവിൻ ബ്രോയ്ക്ക് അറിയാം അൻവിൻ ബ്രോയുടെ ജേണി എങ്ങനെയായിരുന്നു ഇവിടെ വരെ എത്താന്, അല്ലെങ്കിൽ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ അൻവിൻ ബ്രോയ്ക്ക് മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇതൊക്കെ അറിയുള്ളൂ. സോ ആ ഒരു ജേണി എങ്ങനെയായിരുന്നു അൻവിൻ ബ്രോയ്ക്ക് ഇപ്പൊ ഇവിടെ വരെ എത്താനും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇപ്പൊ എനിക്ക് ഒബ്വിയസ്ലി മനസ്സിലാവും അൻവിൻ ബ്രോയുടെ കോണ്ടന്റ് ഒരിക്കലും മണി മേക്കിങ്ങിന് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എനിക്ക് നിങ്ങളുടെ മണി മേക്കിംഗ് പ്രോസസ്സും അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലും എല്ലാമാണ് കാണിക്കുന്നത്. അപ്പൊ അൻവിൻ ബ്രോയുടെ ആ ഒരു ജേണി അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഈ സക്സസ്ഫുൾ ആയിട്ട് കാണുന്നതിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ലെവലിലേക്കൊക്കെ വരെ എത്ര വർഷമൊക്കെ എടുത്തു? ഇത് ഞാൻ ഒരു ആധികാരികമായി പറയട്ടെ, ഈ സക്സസ് ഒന്നും ശരിക്കും ഒരു വാക്കില്ല. ഇല്ല. അതായത് നമ്മളൊരു പോയിന്റ് റീച്ച് ചെയ്ത് കഴിഞ്ഞാല് ആ പോയിന്റ് നിലനിർത്താൻ പറ്റണം. അതാണ് ശരിക്കും ഒരു സക്സസ്ഫുൾ റൂട്ട് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇപ്പൊ സക്സസ്ഫുൾ എന്താ ഉദ്ദേശിച്ചത്, നമുക്കൊരു 300 മില്യൺ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ പിന്നെ സെറ്റിൽ ആവാന്ന ഒരു ഉദ്ദേശം അതല്ല ശരിക്കും സക്സസ്ഫുൾ വരുന്നത്. നമുക്ക് എന്ത് നമ്മൾ ഉണ്ടാക്കിയോ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അത് മെയിൻറ്റെയിൻ ചെയ്തൊരു പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ടാൽ അത് സക്സസ് ആണ്. ഓക്കെ, അത് പിന്നെ നിലനിർത്തണമെങ്കിൽ നമ്മുടെ എഫേർട്ട് വേണം. നമ്മൾ പോയിന്റിൽ ഇപ്പൊ അൻവിൻ ബ്രോ എത്തിയിട്ടില്ലെന്നാണോ അൻവിൻ ബ്രോ പറയുന്നത്? ഉറപ്പായിട്ടും ഇല്ല. ഈ ആൾക്കാർ പറയുന്ന സാഹചര്യം വെച്ചിട്ടാണ് നമ്മൾ സക്സസ്ഫുൾ വിലയിരുത്താൻ പാടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവൻ ചെയ്തോണ്ടിരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എല്ലാം തള്ളിയതാട്ടോ. ഇവന്റെ ബാക്ക് സ്റ്റോറി എനിക്കറിയാം. ഇവന്റെ അമ്മ ഇവന് ചായ വെച്ച് കൊടുക്കും, ഫുഡ് വെച്ച് കൊടുക്കും, ഇതവൻ രാവിലെ ഇരുന്ന് കഴിക്കും, വീട് ഇവന് സൗകര്യമുള്ള പെണീക്കും, ഇവന് കറക്റ്റ് ഇവന് ഇതൊന്നും പോവാതെ ഇവന് വീട്ടിൽ ഫുഡും കിട്ടും, ഇവന് വേണ്ട പൈസക്ക് ഇവൻ സ്ട്രീം ചെയ്തു അവിടുന്ന് അവൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രെസ് ഒക്കെ ഒന്ന് മാറ്റി വെക്കാൻ പറ്റി നമ്മൾ പീസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരുന്നെങ്കിൽ എത്രത്തോളം സന്തോഷം എന്നാണ് നമുക്ക് മനസ്സിലാവും. നമ്മൾ വേറെ ആളുടെ ലൈഫാണ് നമ്മൾ കമ്പയർ ചെയ്യുന്ന പ്രശ്നം. അല്ല, ഞാൻ ഈ ചോദ്യം ചോദിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അൻവിൻ ബ്രോ ഞാൻ പറയല്ലേ, വളരെ റീസെന്റ് നമ്മളൊരു ഇന്റർവ്യൂല് ഈ പറയണ പോലെ റിട്ടയർഡ് ലൈഫാണ് എന്ന് പറഞ്ഞ സാധനം കുറെ പേരെ ട്രിഗർ ആക്കിയിട്ടുണ്ട്, കുറെ പേരെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, കുറെ പേരെ അത് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് ഇപ്പോഴും വിചാരിക്കുന്ന പറഞ്ഞാൽ അൻവിൻ ബ്രോ ഭയങ്കര പീസ്ഫുള്ളി ജീവിക്കണ ഒരാളാണ്. അല്ല, ഈവൻ ഞാൻ അടക്കം വിശ്വസിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ ഉൾപ്പെടെ അല്ല അങ്ങനെ പീസ് ഒന്നുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പം
നമ്മൾ ഓരോ പുതിയ കമ്പനീസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനുള്ളിൽ മാക്സിമം നമുക്ക് ഓൾറെഡി ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ബിസിനസ്സിൽ. അപ്പൊ നമ്മുടെ എക്സ്പെർട്ടൈസ് അതിനുള്ളിൽ ഇട്ട് കൊടുക്കണം, എന്നാൽ മാത്രമേ ഇത് വളരുള്ളൂ. ഞാൻ ഇപ്പം എക്സാമ്പിൾ പറഞ്ഞ കാര്യം, ഈ 45 ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത് ഇവരൊന്നും നമുക്ക് കൈയൊഴിയാൻ പറ്റത്തില്ല. ഇവര് കൈയൊഴിഞ്ഞ ടീമുണ്ട്. ഇൻ ദ സെൻസ് ലൈക്ക് ഇത് ഒരു സക്സസ്ഫുൾ ബിസിനസ് ഒന്നും ഞാൻ പറയത്തില്ല. ഓട്ടോസ്പാ എന്ന് പറയുന്നത് അതിനുള്ളില് ഉണ്ടായിരുന്ന 1, 2, 3-ാമത്തെ ആൾ ഇപ്പം മാറും. അത് ഒരാള് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, എല്ലാം മലയാളീസാ. ഓക്കെ, ഇപ്പൊ എന്റെ കൂടെ വരുന്നവർക്ക് ഒരു ചിന്ത ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഉണ്ട്, ചിന്ത ഡെഫിനറ്റ്ലി ഉണ്ട്. ഞാൻ എന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് കുറച്ചും കൂടെ ഈസി ആയിരിക്കാം തോന്നല് അവർക്കുണ്ട്. ഇത് ഫാമിലി പ്രോബ്ലം കാരണം റീകോൾ ചെയ്ത ആളുണ്ട്. അതായത് വൈഫ്, അമ്മ, പ്രഷർ റീകോൾ ചെയ്ത ആളുണ്ട്. അവർക്ക് നമ്മൾ ഫണ്ട് റിട്ടേൺ ചെയ്യണം. ഞാനൊരു നോർമൽ ഫ്രാഞ്ചൈസി പോലെ ഇത് ഇത്ര കാലം കഴിഞ്ഞിട്ട് നമുക്ക് റീഫണ്ട് ചെയ്യാൻ പറ്റില്ല, ഇത്ര എമൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് അല്ല തരാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു വർത്താനൊന്നുമില്ല. പറ്റുന്നോളെ ഞാൻ തിരിച്ചു കൊടുക്കും. ഫുൾ എമൗണ്ട് തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പം ബ്രോയ്ക്ക് ഞാൻ സെല് ചെയ്തതാണ്, ഇത് തിരിച്ചു വരുമ്പം ഇത് വേറെ ആൾക്ക് സെല് ചെയ്താൽ മാത്രമേ എനിക്ക് ആ ഫണ്ട് റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. മലയാളീസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു മാറ്ററാണ്. അവർക്ക് അപ്പ കിട്ടണം, നമുക്കെല്ലാം അപ്പ വേണം. അതൊരു കമ്പനി പരമായിട്ട് പ്രശ്നം വരും. ഒരു പയ്യന്റെ അപ്പന്റെ ബിസിനസ് പെട്ടെന്നൊരു ഇടിവ് വന്നു, പുള്ളിക്ക് റീകോൾ ചെയ്യണം. എന്നോട് പറഞ്ഞു, എന്റെ നല്ല മനുഷ്യനാട്ടോ, എന്റെ ലൈക്ക് വെരി ക്ലോസ് ആളാ. പുള്ളിനോട് പറഞ്ഞു, ബ്രോ ഞാൻ ഇങ്ങനെ റീകോൾ ചെയ്ത് ഉദ്ദേശിക്കും. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു, നീ റീകോൾ ചെയ്തു, ദാറ്റ്സ് ഫൈൻ. നീ വേറെ ആരോടും പറയണ്ട, ഞങ്ങളൊരു ഗ്യാങ് പോലെ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. നീ അധികം വേറെ ആൾക്കാരോട് നിന്റെ പേഴ്സണൽ പ്രശ്നമൊന്നും പറയണ്ട, ബാക്കി ഞാൻ പറഞ്ഞോളാം. നീ റീകോൾ ചെയ്യാണ്. പുള്ളിയും മറ്റേ ഈ ഫ്രാഞ്ചൈസ് ഓക്കെ, അത് വേറെ കാര്യം. റീഫണ്ട് ചെയ്ത് കൊടുത്തു? ഇല്ലില്ല, അങ്ങനെയൊന്നും റീഫണ്ട് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ബ്രോ നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുത്തേക്കുന്ന ഒരു ഓക്കെ, ഇത് ബേസിക്കലി ഇത് പറഞ്ഞ ഓട്ടോസ്പാ എന്ന് പറഞ്ഞ ഡീറ്റെയിലിംഗ് കമ്പനിയാണ്. ഇവർ നമ്മൾ ആൾക്കാരുടെ വീടുകളിലോട്ട് പോയിട്ട് ഡീറ്റെയിൽ ചെയ്യും. അപ്പൊ ബ്രോയ്ക്ക് നല്ലൊരു വണ്ടിയുണ്ട്, ഒബ്വിയസ്ലി ആ വണ്ടി നമ്മൾ ഇവിടെ വന്ന് ഡീറ്റെയിൽ ചെയ്യുക, വാഷ് ചെയ്യുമല്ല, പ്രോപ്പർ ആയിട്ട് വൃത്തിക്ക് ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്. അതുകൊണ്ടാണ് നമ്മൾ ഓട്ടോസ്പാ എന്ന് പറയുന്നത്. ഓട്ടോയ്ക്ക്, അതായത് ഓട്ടോയുടെ സ്പാ ഇട്ടേക്കുക, ആ ഒരു സെറ്റപ്പ്. അപ്പം അവർക്ക് ആ ഫണ്ട് കൊടുക്കണമെങ്കിൽ എനിക്ക് വേറെ ഒരാൾ അപ്രോച്ച് ചെയ്യണം, ബ്രോ എനിക്ക് ഫ്രാഞ്ചൈസ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ വണ്ടി എടുത്ത് ഇതേ ബിൽഡ് ഇവിടെയും ബിൽഡ് ചെയ്യാൻ പോകുന്നത്, ഇതെടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് ഇവിടുന്ന് ഫണ്ട് എടുത്ത് ഇങ്ങോട്ട് കൊടുക്കാം. കൈൻഡ് ഓഫ് റോളിംഗ് ഇത് മൊത്തം വരുന്നത്. അപ്പൊ വേറെ ആൾക്കാർ വരാതെ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. അത് മനസ്സിലാക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല. എല്ലാവർക്കും അപ്പപ്പോ വേണ്ടി വരുമായിരിക്കും. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ സാഹചര്യം. ആസ് എ കമ്പനി ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ, എന്റെ പ്രോട്ടോകോൾസ് ഇങ്ങനെയാ, എന്റെ രീതികൾ ഇങ്ങനെയാ, ഇപ്പോഴേ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് വേണേ പറയാം. അവർ കേസിന് പോയിട്ടും കാര്യമൊന്നുമില്ല. കാര്യമുണ്ട്, ഒബ്വിയസ്ലി ഒരു 5 കൊല്ലം വേണ്ടി കാര്യം ഉണ്ടാവും. ഇപ്പൊ കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ചെയ്ത് കൊടുക്കാനുള്ളത് നമ്മൾ ചെയ്ത് കൊടുക്കും. എന്റെ കൂടെ ബിസിനസ് ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും റിട്ടേൺ വേണം എന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെയാ. കാരണം എനിക്ക് എന്റെ ആ ഒരു കമ്പനിയുടെ ബ്രാൻഡിങ് എനിക്ക് പ്രധാനം. അല്ലാതെ നാളെ വന്ന് പറയുന്നത് ഞാൻ പറ്റിച്ചു എന്ന്. പൈസ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കും. ആ പുള്ളിക്കും ഇപ്പം പുള്ളിയുടെ വണ്ടി ഇപ്പോൾ എന്റെ വീട്ടിൽ കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഹാഫ് ദ എമൗണ്ട് കൊടുത്തു, ഇനി കൊടുക്കാനുണ്ട്. ഇതിൽ വേറെ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 പേരില് 21 കമ്പനീസ്, അതിനുള്ളിൽ 6 പേരാണ് എനിക്ക് ഫുൾ എമൗണ്ട് വന്നേക്കുന്നത്. ബാക്കി ഫുൾ എമൗണ്ട് ഇനി ആൾക്കാരുണ്ട്. ബാക്കി എമൗണ്ട് തരാത്തവർക്കും നിങ്ങൾ ഈ പറയുന്ന കൊടുത്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി കൊടുത്തിട്ടുണ്ട്. ഫെസിലിറ്റീസ് ഇൻ ദ സെൻസ് നമുക്കൊരു വിഷൻ ഉണ്ട്. അതായത് ഇങ്ങനെ ആവണം, ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ, അതൊക്കെ അങ്ങനെ ആക്കാനുള്ളൊരു വിങ് ഞാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ, ഇവരുടെ കെമിക്കൽസ് എല്ലാവർക്കും എത്തണം. നമുക്ക് ഇതിന്റെ മീഡിയ മാനേജ്മെന്റ്, അതിൻ്റെ ആളെ ഫുൾ ടൈം ഹയർ ചെയ്യണം. ഒരു സെയിൽസ്മാൻ, നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിലോട്ടൊന്നും എത്തിപ്പെട്ടിട്ടില്ല. അപ്പൊ ഇത് വെറും ഒരു ബേസ് കമ്പനിയാണ്. ഇതിൽ സംഭവിച്ചതെന്ന് പറയുന്നത്, ഇത് ഓൾറെഡി ഞാൻ ബിൽഡ് ചെയ്ത് ഇങ്ങനെ കയറ്റി വെച്ചു, ഫൗണ്ടേഷൻ പ്രോപ്പർ ആക്കിയില്ല. ഇനി ആ ഫൗണ്ടേഷൻ ഒന്നേന്ന് പ്രോപ്പർ ആക്കണം. ആദ്യം വന്ന 6 പേരാണ് ഉള്ളത്. ആ 6 പേരിൽ 4 പേര് സ്ട്രോങ് ആയിട്ട് എൻ്റെ കൂടെ ഉണ്ട്. ബാക്കി 2 പേർക്ക് റീകോൾ ചെയ്യേണ്ടി വന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് വേറെ 14 പേര് വന്നു, 15 പേര് വന്നിട്ടുണ്ട്. അവർക്ക് നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. സോ അപ്പൊ ഇത് നമുക്ക് ബേസിക്കലി ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ഈ ഫ്രാഞ്ചൈസി എടുക്കാൻ പറ്റുമോ? ഇല്ല, UK തന്നെ ആയിരിക്കണം. നമുക്ക് പ്രോപ്പർലി അവിടെ UK ബേസ് ചെയ്തിരിക്കണം. അവർക്ക് കൈൻഡ് ഓഫ് ഒരു വിസ ബാക്കപ്പ് വേണം. നമുക്കൊരു 6-7 മാസമെങ്കിലും വിസ ഉണ്ടാവണം. സേഫ് സൈഡിന് 1 കൊല്ലം ഒരു വിസ ഉണ്ടെങ്കിൽ അത്ര നല്ലത്. നമുക്ക് വിസ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ആഫ്റ്റർ എ സർട്ടൻ പീരീഡ് ഓഫ് ടൈം. പെട്ടെന്ന് ബ്രോ വന്നിട്ട് അത് സ്കാം ആയി മാറും. ബ്രോ വന്നിട്ട് 20,000 രൂപ എനിക്ക് വന്നിട്ട് പറയാ എനിക്ക് വിസയും കൂടെ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെ, നിങ്ങൾ പോരെ എല്ലാരും പോരെ, ഞാൻ വിസ തരാന്ന് പറഞ്ഞാൽ അതൊരു പ്രോപ്പർ സ്കാമാണ്. അങ്ങനത്തെ ഒരു രീതിയിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പ്രോപ്പർലി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇത് റീകോൾ ചെയ്ത ആൾക്കാരുടെ ഇമെയിൽസ് അങ്ങനെ കളിയാക്കി പറയല കേട്ടോ. റീകോൾ ചെയ്ത ആള് എനിക്ക് പ്രൊഫഷണൽ ഇമെയിൽ അയച്ചതാ, എന്റെ വീട്ടിൽ ഇത്രയും ഫാമിലി പ്രോബ്ലംസ് ഉണ്ട്, സോ ഐ ഹാവ് ടു റീകോൾ ദ ഫ്രാഞ്ചൈസി, അങ്ങനെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ഡസന്റ് മാറ്റർ, എനിക്ക് മനസ്സിലാക്കാം. കാരണം ഇതൊരു ബേസ് കമ്പനിക്കും മറ്റേ ബിസിനസിനൊക്കെ അപ്പുറം നമുക്കൊരു മനുഷ്യത്വം. ഒന്നാമത്തെ കാര്യം ഇത് പാടില്ല. ഞാൻ ഇപ്പോഴും പറയാം, നമ്മളൊരാളെ സഹായിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വള്ളിയാവും. പിന്നെ ഇത് ബേസിക്കലി മലയാളീസാ എന്ന് പറഞ്ഞ് ഞാൻ വലിയ ആളെന്നല്ല ഉദ്ദേശിക്കുന്നത്. എനിക്ക് ആദ്യത്തെ 4 പേരുണ്ടെന്ന് പറഞ്ഞില്ലേ,
അവർ സ്റ്റിൽ സ്ട്രഗിളിങ്. അതായത് ഇപ്പം വരുന്ന ഫ്രാഞ്ചൈസിക്കാർക്ക് ഞാൻ കൊടുക്കുന്ന ഒരു പരിഗണന ഒന്നും അവർക്ക് ഞാൻ ആദ്യം കൊടുത്തിട്ടില്ല. ആദ്യത്തെ ടീമിന് കൊടുക്കാൻ പറ്റില്ല. എനിക്കൊരു മാഞ്ചസ്റ്ററിൽ വിങ് ഉണ്ട്. അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അവർ അവരുടേതായ സക്സസ്ഫുൾ എത്തിയത്. അവർ എന്റെ ഒരു സഹായം ചോദിച്ചിട്ടില്ല, നേടിയിട്ടില്ല. അവർക്ക് ഞാൻ ഒരു കൊടുക്കുന്ന ഒരു മെന്റൽ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അവർക്ക് ഞാനാണ് കെമിക്കൽസ് കൊടുക്കേണ്ടത്, ഞാനാണ് സപ്ലൈസ് കൊടുക്കേണ്ടത്. ഇതൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ അവരായിട്ട് വണ്ടി പോകുന്നു, വാഷ് ചെയ്യുന്നു, ഡീറ്റെയിൽ ചെയ്യുന്നു, ആ പൈസ കിട്ടുന്നു, അവർ കുറച്ച് കെമിക്കൽസ് പോകുന്നു, അവരായിട്ട് റൺ ചെയ്യുക. നമ്മൾ അവർക്ക് കൊടുക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ട്, അതൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അത് കൊടുക്കാൻ പറ്റും. ഒരു 4-5 months കൂടെ കമ്പനി എത്തുന്നേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരുപാട് പേരെ എടുത്തു വെച്ചത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ എന്റെ ഒരു ബാക്കപ്പ് വെച്ചിട്ട് എനിക്ക് ഓക്കെ ആയിരുന്നത്. പക്ഷെ ഇത്രയും പേരുടെ ബാക്കപ്പിൽ പകുതി കൊണ്ടേ കിട്ടുമ്പോൾ അത് ഓക്കെ അല്ലാണ്ടായി മാറും. ഫിഗേഴ്സ് മാറിയില്ലേ, 100,000 200,000 ഫിഗേഴ്സ് മാറും. അപ്പൊ നമ്മൾ മറിക്കുന്നതിനും നമ്മൾ കട കൊടുക്കുന്നതല്ല, അപ്പുറത്തെ കമ്പനി എടുത്ത് ഇപ്പുറത്ത് ഇടുമ്പോഴും എല്ലാം ഓരോ പ്രോബ്ലംസാണ്. ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പുറത്തെ കമ്പനി എടുത്ത് എനിക്ക് കുറച്ച് കമ്പനീസ് അധികം ഉണ്ട്, ആ കമ്പനീസ് എടുത്ത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഡെപ്റ്റ് ആയി. ഇപ്പൊ ഇവിടെ ഫണ്ട് ക്ലിയർ ആയപ്പോൾ ഈ സൈഡിലും ഡെപ്റ്റ് ആയി. അപ്പൊ ഡബിൾ ഡെപ്റ്റ് ആയി. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞാൽ ഇതൊരു അവിയൽ പോലെയാ. അപ്പൊ ബേസിക്കലി നമ്മള് വെളിയിൽ നിന്ന് കാണുന്ന ഈ ഒരു സന്തോഷമല്ല, അതിൽ ഒരുപാട് പ്രഷറും കാര്യങ്ങളും ഉണ്ടല്ലേ. ഇപ്പൊ ഈ ക്യാമറ കട്ട് ചെയ്ത് പുറത്തെ മാനേജറെ പോയി കാണിച്ചു കഴിഞ്ഞാണ്ടല്ലോ, സോ അപ്പൊ അൻവിൻ ബ്രോ, ഈ ഒരു എന്താ പറയാ ഓട്ടോസ്പ ഇത് മാത്രമല്ലെന്ന് എനിക്കറിയാം, കുറെ ബിസിനസ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാലും ഒരു ആവറേജ് എത്ര ബിസിനസ് ഇപ്പൊ ഈ തലയിൽ കൂടെ ഓടുന്നുണ്ടായിരിക്കും? ഈ കൊച്ചു തലയിൽ കൂടെ അത്യാവശ്യം ഓടുന്നുണ്ട്. എനിക്ക് എല്ലാം UK ബേസ്ഡ് തന്നെയാണോ? അതെ, കുറച്ചെണ്ണം കൊച്ചി ബേസ്ഡ് ഉണ്ട്, റിവീൽ ചെയ്യാത്തതുണ്ട്. നമ്മുടെ സാധനം വരുന്നുണ്ട്. അതെ, ഞങ്ങളുടെ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് വരുന്നുണ്ട് കൈസ് ഉടനെ. ഞങ്ങളതൊരു പറഞ്ഞില്ലേ, ഞാനാണെങ്കിൽ ഇത് ആദ്യം ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് വിചാരിച്ച്, സത്യം ലിറ്ററലി ഞാൻ പറഞ്ഞ ഒറ്റയ്ക്ക് ചെയ്യണം. എനിക്ക് പാർട്ണർഷിപ്പ് ഒക്കെ പേടിയാ, ആൾക്കാരെ എങ്ങനെ ഇതാക്കണം എന്നുള്ളൊരു സാധനം പേടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മള് കോമൺലി എല്ലാം കാണുന്ന പോലെ എല്ലായിടത്തും മറ്റേ DTFന്റെ മെഷീൻ എടുത്തിട്ട് ചുമ്മാ ടീഷർട്ട് പ്രിന്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു സ്കീമാണ് ഞാൻ ആദ്യം മനസ്സിൽ വിചാരിച്ചേട്ടാ. അപ്പൊ ഞാനിങ്ങനെ ഇതിനെപ്പറ്റി എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ട് തിരുപ്പൂരാണ് ഈ ക്ലോത്ത് ഇങ്ങനത്തെ ഇതിന്റെയൊക്കെ ഭയങ്കര ഇത്. അപ്പൊ ഞാനിങ്ങനെ അവിടെ പോയപ്പോ നമ്മളിപ്പോ ഓരോ അവിടെ എന്ന് പറഞ്ഞാൽ മറ്റേ പലചരക്കുകൾ പോലെ ഇങ്ങനെ മില്ലും ഫാക്ടറീസും ഒക്കെ ഇതിന്റെ നമ്മളിപ്പോ ഒരിടത്ത് കയറുക, ഇവിടെ ചേട്ടാ ഇവിടെ പ്ലെയിൻ ടീഷർട്ട് എത്ര, 240 GSM ടീഷർട്ടിന് എത്രയാന്ന് ചോദിച്ചാൽ ഒരാൾ പറയും ഇത്ര ക്വാണ്ടിറ്റി ആണ്, ഇത്ര രൂപ. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ശരിയാ, നോക്കുമ്പോ ഒരു ടീഷർട്ടിന് ഞാൻ ചിലപ്പോ ഇവരുടെ ഇത് ബ്രേക്ക് ചെയ്യുമായിരിക്കും, എന്നാലും പറയാണ് ഒരു ടീഷർട്ടിന് ഇപ്പൊ 150 രൂപ 160 രൂപ എന്നൊക്കെ പറയും. പ്ലെയിൻ ടീഷർട്ട് ഒരെണ്ണം നമ്മൾ ഇത്ര ക്വാണ്ടിറ്റി എടുക്കുവാണെങ്കിൽ. അപ്പൊ അതിൽ തന്നെ ഈ പറയണത് പോലെ നമ്മൾ യൂസ് ചെയ്യണ പ്രിന്റും അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എത്രത്തോളം കോസ്റ്റ് കട്ട് ചെയ്യണോ അതിനനുസരിച്ച് ഇതിന്റെ ക്വാളിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇതുവരെ അങ്ങനെ ആൾക്കാർക്ക് ഹാം ചെയ്യണ രീതിയിലൊന്നും ഒരു പ്രൊമോഷൻസ് ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ബ്രോ ആണെങ്കിലും എനിക്കറിയാം അങ്ങനെയാണെന്ന്. ഞാൻ ഓക്കെടാ, സാംസങ് പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അപ്പൊ എനിക്ക് എന്റേതായിട്ടുള്ള ഒരു ഇത് മനസ്സിലുണ്ട്. അതായത് നമ്മളൊരു സാധനം ബ്രാൻഡ് ഇറക്കുമ്പോൾ അവർക്കെല്ലാവർക്കും ഈ പറയണത് പോലെ ഒരു നമ്മളിൽ ഉണ്ടായിരുന്ന ഒരു വിശ്വാസം എപ്പോഴും എലവായിട്ട് നിൽക്കണം എന്നുള്ളൊരു സാധനമുണ്ട്. ഞാൻ കൊടുക്കുന്ന സാധനത്തിന് ക്വാളിറ്റി കുറഞ്ഞിട്ട് നമ്മളിപ്പോ പ്രോഫിറ്റും ഇത് മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പം നല്ല സാധനങ്ങൾ കൊടുക്കണം എന്നുള്ളൊരു തോട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് ഇതിന്റെ ഒരു ആവറേജ് കോസ്റ്റും ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പം എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് വൈസിൽ കുറച്ചും കൂടെ ലാർജ് സ്കെയിൽ ഓപ്പറേറ്റ് ചെയ്യണം എന്ന് തോന്നി. അപ്പോൾ എന്തായാലും എനിക്ക് ഒറ്റയ്ക്ക് അഫോർഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ആരെങ്കിലും ഒരു നല്ലതായിട്ടൊരാളെ, ഞാനതിങ്ങനെ ഇത് ആക്ച്വലി ഞാനൊരു 1.5 year ബാക്ക് പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന സാധനം. കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഞാനിങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതാക്കാൻ പറ്റും, ആര് ഇതിനകത്ത് കൂട്ടുപിടിക്കും എന്നുള്ളൊരു കാര്യം. ഞങ്ങള് കുറെ മെഷീൻസ് ഒക്കെ മേടിച്ച് എല്ലാം വീട് ഇരിപ്പുണ്ട്. ഈ മെഷീൻസ് എല്ലാം മേടിച്ച് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാർ എപ്പോഴും എന്നോട് ലൈവ് വരുമ്പോൾ ചോദിക്കും എന്താ ഈഗിൾ ബ്രോ ലോഞ്ച് ചെയ്യാത്തത്. എനിക്ക് ലോഞ്ച് ചെയ്യുമ്പോൾ ബ്രോ നമുക്ക് അറ്റ്ലീസ്റ്റ് ബെസ്റ്റ് കൊടുക്കണം, ഇത് കിടിലം എന്ന് പറയുന്ന രീതിയിൽ ആൾക്കാർക്ക് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. അങ്ങനെയാണ് ഞാൻ ഫൈനലി ഞങ്ങൾ ഒരു വട്ടം ഞാനും അൻവിൻ ബ്രോയുടെ ഒരു കോൺവെർസേഷനിലാവുന്നു. ഞങ്ങള് ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നു. ആൻഡ് പുള്ളി ഈ പറയണത് പോലെ എല്ലാം പടപടയായിരുന്നു എന്നിട്ട് അതായത് ഞാനൊരു 80% എത്തിച്ചു വെച്ചിരിക്കുകയായിരുന്നു ആ സാധനം, വെബ്സൈറ്റ് ആയിക്കോട്ടെ എല്ലാം. അപ്പൊ ഇത് ലോഞ്ച് ചെയ്യാൻ നമുക്ക് ഇത്ര സാധനങ്ങൾ ചെയ്യാൻ ബാക്കിയുള്ളൂ. അതെ, അപ്പൊ അൻവിൻ ബ്രോ അടുത്ത് പറഞ്ഞപ്പം എന്റെ അടുത്ത് ഇംപ്രസ്ഡ്, ഡൺ, എത്ര വേണം ഇൻവെസ്റ്റ്മെന്റ് എന്റെ അടുത്ത് ചോദിച്ചേ, എത്ര രൂപ വേണം? ഞാൻ അന്നേരം പറഞ്ഞു നമ്മുടെ ഒരു ആവറേജ് കോസ്റ്റ് ഇത്ര. അപ്പൊ ഞാൻ ഇങ്ങനെ മടിച്ചു പിടിച്ചാ പറയണ കേട്ടാ. അല്ല ഞാൻ പറയാം, അല്ല നമ്മളെ ഞാനിങ്ങനെ പറയാ, ഞാൻ ബ്രോ ഇത്രയാവും, അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ നാളെ തന്നെ അഡ്വാൻസ് കൊടുത്തേ. ഇതായിരുന്നു, ഇങ്ങനെയാണ് ബ്രാൻഡ് ഫോം ചെയ്തത്. മനസ്സിലായി, ഞങ്ങൾ ഇങ്ങനെ ബ്രാൻഡ് ഫോം ചെയ്തത്.
അപ്പൊ ഞാൻ പുള്ളി എടുത്ത് ചോദിച്ചു ബ്രോ പെട്ടെന്ന് ഞാൻ ആ പ്ലാൻ പറഞ്ഞപ്പോ എങ്ങനെയാണ് ഇംപ്രസ് ആയാൽ അല്ലെങ്കിൽ എന്താ വേറൊന്നും ആലോചിക്കാതെ ചെയ്യാൻ ഞാൻ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറയാം. എന്നിട്ട് പുള്ളിയുടെ അടുത്ത് പറഞ്ഞു എനിക്ക് മറ്റേ മുതലാവാത്ത കാര്യം അല്ലെങ്കിൽ എനിക്ക് ഒരു സംതൃപ്തി തോന്നാത്ത കാര്യങ്ങൾ ഞാൻ തലവെക്കാറില്ല. ഐ എം ഇംപ്രസ്ഡ്, മൂവ് ഓൺ. അങ്ങനെ തുടങ്ങിയ കമ്പനിയാണ് ഞങ്ങളുടെ ഇപ്പൊ. കമ്പനി അതെ സഹപാഠിയല്ല, സഹപാഠി പറഞ്ഞ കൂടെ പഠിച്ചോ. അങ്ങനെ ഞങ്ങൾ തുടങ്ങിയ ഒരു ബ്രാൻഡാണ് ഗേസ്. അപ്പം ഞങ്ങൾ കൊണ്ടുവരുമ്പോ ദ ബെസ്റ്റ് ആയിട്ട് കൊണ്ടുവരും. ഈ പറഞ്ഞ 150 അല്ലാട്ടപ്പ കോസ്റ്റ്. ഒരു ടീഷർട്ട് മേക്കിങ്ങിന്റെ കോസ്റ്റ് ഞങ്ങളുടെ എല്ലാം കൂടെ നല്ല ഫിഗറാ. ഞങ്ങളെ ഒത്തിരി ഹൈയിലേക്കൊന്നും പോകത്തില്ല, എന്നാലും എല്ലാവർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിൽ നല്ലൊരു ബ്രാൻഡ്, അതായത് നല്ലൊരു ഫ്രം കേരള, അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരു നല്ല ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു ഇതിലാണ് ഞങ്ങൾ തരുന്നത്. കുറച്ച് സമയം എടുത്താലും ഞങ്ങൾ അടിപൊളിയായിട്ട് അത് ഉടനെ കൊണ്ടുവരും. ഞങ്ങൾ അതെ അന്യനോടെ എന്റെ ഒരു സാധനം ഞങ്ങൾ ഉറപ്പായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ബിസിനസിന്റെ കാര്യം ഇവിടെ പ്രൊമോഷൻ അല്ല അനിയൻ ബ്രോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് പറയാം, ഇപ്പൊ ഞാൻ എന്റെ ബിസിനസിന്റെ കാര്യം പറഞ്ഞു. ഞാൻ തന്നെ എനിക്ക് നല്ലൊരു ആവറേജ് റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അതായത് സ്ട്രീമിംഗ് ആയിക്കോട്ടെ, ബാക്കി എന്തോ ആയിക്കോട്ടെ. ബട്ട് സ്റ്റിൽ എനിക്ക് ഇതിന്റെ ഒരു എന്താ പറയാ കൺസിസ്റ്റൻസി പ്രശ്നമുണ്ട് എനിക്ക്. അതായത് ഇപ്പൊ ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും ഒരു പനിയോ അസുഖമോ വന്നു കഴിഞ്ഞാൽ 10 ദിവസം ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് റവന്യൂ ഇല്ല. അപ്പൊ ഫുൾ ടൈം എനിക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കണം. അപ്പൊ എനിക്ക് ഇതിന്റെ കൂടെ തന്നെ എനിക്കൊരു ഫൈനാൻഷ്യൽ ബാക്കപ്പ് അല്ലെങ്കിൽ അതുകൂടെ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. ഇപ്പൊ ഈ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര്, അൻവിൻ ബ്രോയെ ഫോളോ ചെയ്ത് വെച്ചേക്കുന്ന ഒരുപാട് പേര് അൻവിൻ ബ്രോയുടെ ബിസിനസ് എന്താണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുവാണ്, അല്ലെങ്കിൽ ഈ ബിസിനസ് എന്ത് തുടങ്ങണം എന്നൊക്കെ ഭയങ്കര കൺഫ്യൂസ് ആയിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരോടൊക്കെ അൻവിൻ ബ്രോയ്ക്ക് എന്താ പറയാനുള്ളത്? എനിക്കൊന്നും പറയാൻ മോട്ടിവേഷൻ ഇല്ല, മോട്ടിവേഷൻ അല്ല, നമുക്കെല്ലാം ഒരു പോയിന്റ് ഉണ്ട് അൻവിൻ ബ്രോ. അതെ ഉറപ്പായിട്ടും. അതായത് ചിലപ്പോ UK ലാണെങ്കിൽ കമ്പനി ക്രിയേഷൻ, നമ്മളൊരു ബാധ്യത എടുത്ത് തലയിലോട്ടൊക്കെ വെച്ചോ, പിന്നെ അത് ബാധ്യത ഇറക്കണമെങ്കിൽ നമ്മളത് വർക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പൊ പ്രൊക്രാസ്റ്റിനേഷൻ മാറ്റി നാളെ ചെയ്യാം ആ ഒരു ഈകള് പറഞ്ഞൊരു കാര്യം ഓക്കെ ഇത്രേ ഉള്ളൂ നമുക്ക് ചെയ്യാം. ഈ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെയും ചിലപ്പോൾ പ്ലാനിങ് നീളുമായിരിക്കും, വേറെ ആളെ കിട്ടുമായിരിക്കും. ഡസന്റ് മാറ്റർ, നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് കാര്യങ്ങൾ മൂവ് ചെയ്യാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പം ഇവിടെ ആയാലും കൊച്ചി ആയാലും UK ആയാലും എല്ലാം ഒറ്റ ഇതാ, മേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അത് ചെയ്തിട്ട് മാത്രമേ എന്തെങ്കിലും ലോജിക്ക് നമ്മൾ പറയുന്നതിലുള്ളൂ. ഇപ്പൊ ഞാൻ എടുത്തു വെച്ചേക്കുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മര്യാദക്ക് ഒറ്റയ്ക്ക് ചെയ്തോണ്ടിരുന്ന ഞാനാ. ഇപ്പൊ ഇത്രയും പേരെ കൂട്ടത്തിൽ കൂട്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി, ഒരുപാട് ബാധ്യതകളുണ്ട്. ഇതൊക്കെ നമ്മൾ സോർട്ട് ചെയ്തേ പറ്റുള്ളൂ. അവിടെ UK യിലുള്ള എല്ലാവർക്കും മെയിൻ ആയിട്ട് ഇഷ്യൂസ് വരുന്ന വിസ ഇഷ്യൂസ്. എന്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് പിള്ളേർക്ക് വിസ ട്രബിൾ ഉണ്ട്. അതെല്ലാം ഞങ്ങൾ സോർട്ട് ചെയ്യും. ഞാൻ അതൊരു പ്രൊമോഷൻ വാങ്ങുന്ന രീതിയിലുള്ള ഞാൻ പറയുന്നത് വി വിൽ സോർട്ട് ഇറ്റ്. അതെങ്ങനെയൊന്നും ആരും അറിയണ്ട. ഞങ്ങൾ ഇപ്പൊ എന്റെ കമ്പനീസിൽ എന്തായാലും അവർക്ക് റോൾ കൊടുക്കും, അവരവിടെ വർക്ക് ചെയ്യും. എന്റെ കമ്പനിയിലാണെന്ന് പറഞ്ഞാൽ ഓട്ടോസ്പായിലേക്ക് ഇറങ്ങി തിരിച്ചു അവിടെ ആ ഒരു ബേസ് ഹെഡ് കമ്പനി തന്നെ അവർ വർക്ക് ചെയ്യും. ഐ വിൽ മേക്ക് ഷുവർ അബൌട്ട് ദാറ്റ്. അപ്പം എനിക്കിപ്പം എന്തിനിപ്പോ അധികം പറയണം, ഞാൻ പറയുന്നത് മാഞ്ചസ്റ്ററിലെ വിങ് അവർക്ക് ഞാൻ ഒരു സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല. ഞാൻ ശരിക്കും അവരോട് ഞാൻ കാണിച്ചതാണ് ഏറ്റവും കണ്ണിച്ചോരില്ലായ്മ. അതായത് അവരായിട്ടില്ല, ഞാൻ വന്നതുപോലെ തന്നെ അവര് എന്റെ ഒരു വാക്കിന്റെ വിശ്വാസത്തിൽ മാത്രമാണ് അവരിത് ബിൽഡ് ചെയ്തത്. ഇപ്പം ബെസ്റ്റ് അവരാ. ഞാൻ ഓണസ്റ്റ്ലി പറയുന്നു, നിങ്ങൾ കേട്ടധികം പൊന്തണ്ട, അവന്മാർ കേൾക്കുമല്ലോ എന്തായാലും. അവരെ കണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇഫ് ദേ ക്യാൻ ഡു ഇറ്റ്, എവറിബഡി ക്യാൻ ഡു ഇറ്റ്. അവരൊരു ബിഗിനർ ബിസിനസ് പീപ്പിളാ. എന്നെ വെറുതെ വിശ്വസിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എഫേർട്ട് അവരുടെയാ, സ്ട്രഗിൾ അവരുടെയാ. അവരുടെ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എനിക്കറിയില്ല. എന്റെ ഇഷ്യൂസ് നമ്മുടെ കമ്പനി മാത്രമേ അവർ കാണുന്നുള്ളൂ. അവരുടെ കാര്യങ്ങൾ പേഴ്സണലി എനിക്കറിയത്തില്ല. ഇത്രയും വിശ്വസിച്ച അപ്പൊ അതിലൊരാളുടെ വിസ ഇപ്പൊ തീരും, ഡിസംബറിലും കണ്ട തീരുന്നത്. ഞാൻ സൊല്യൂഷൻ കൊടുത്തേ പറ്റൂ. അത് ഇപ്പൊ ഇതുപോലൊരു ചാനൽ വന്ന് ഞാൻ അത് പറയണമെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യും. ഐ ഹാവ് ടു ഡു ഇറ്റ്. ഇപ്പൊ ഞാൻ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്താൽ ഡെഫിനറ്റ്ലി ഞാനത് ചെയ്തിരിക്കും. അപ്പം ഇതുപോലെ ഒരുപാട് പേര് എന്റെ കൂടെ വരുന്നവരുണ്ട്, പോകുന്നവരുണ്ട്. പിന്നെ നമുക്ക് ഒരു ഇൻസ്റ്റിങ്ക്ട് കിട്ടും. വെറുതെ എല്ലാവരും വന്ന് ബ്രോ നാളെ വന്നിട്ട് ഇപ്പം ഇതേപോലെ ഒരു പ്രസന്റേഷൻ ഒന്നും ഇല്ലാതെ വെറുതെ നമ്മളോട് സംസാരിച്ചു ഞാൻ പറയുന്നത് ഇറ്റ് ഡസന്റ് വർക്ക് ലൈക്ക് ദാറ്റ്. ഞാനത് അംഗീകരിക്കത്തില്ല. ഇപ്പം നീ പറയണ്ട, നീ എന്തോ പറയാൻ വന്നത് എന്റെ അടുത്ത്. എനിക്കറിയാം കുറെ പേർക്കാണെങ്കിൽ ഈ സ്റ്റുഡൻസ് ബ്രോ സെറ്റ് കൊടുക്കുന്ന അങ്ങനത്തെ കുറച്ച് ഇടയ്ക്കുണ്ടായി. അങ്ങനെ ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുകയല്ലേ നീ, അത് കഴിഞ്ഞിട്ട് ഡൗട്ട് ആയിട്ട് വെച്ചാൽ ഈ വിസയുടെ കേസ് പറഞ്ഞപ്പോഴേ എനിക്ക് എന്റെ ഒരു ഡൗട്ട് വന്നാ. വിസ അങ്ങനല്ല. ഇപ്പം നിനക്ക് കുറച്ചും ഇവനോട് പുറത്തും ചോദിച്ചായിരുന്നു ഇവിടെ നിന്ന് വിസ കിട്ടുമെന്ന്, അങ്ങോട്ട് കിട്ടില്ല.
ഉറപ്പായിട്ടും കിട്ടത്തില്ല. ആകെ ഒരു റൂട്ട് എന്നുള്ളത് സ്റ്റുഡന്റ് വിസ. അത് മാത്രമേ നടക്കുകയുള്ളൂ. അതിന്റെ ഒരു പ്രൊമോഷൻ ഞാൻ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യില്ല എന്ന് പറഞ്ഞില്ലേ, ആക്ച്വലി ഒരു കറക്ഷൻ ഉണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എംബ്രിഡ്സ് എന്ന് പറഞ്ഞൊരു ടീമിന് വേണ്ടി ചെയ്തിട്ടുണ്ട് ഈ വർക്ക്. അവരും ഞാനും തമ്മിൽ ഡീലിങ്, എനിക്ക് എന്തായാലും പൈസ തരും, പേർ സ്റ്റുഡന്റിന് എനിക്ക് ഫണ്ട് തരും. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത് പേർ സ്റ്റുഡന്റിന് എനിക്ക് തരുമ്പോൾ അതിന്റെ എന്റെ ഫിഗർ ചെയ്യുന്നുള്ളത് അവർക്ക് അഫോർഡബിൾ ആയിട്ട് അവർക്ക് ഒരു റെന്റ് അടച്ചു കൊടുക്കണം 1 മന്തിലേക്ക്. അത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. നമുക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യണത്, അല്ല ഞാൻ നാളെ വന്നിട്ട് എന്റെ വഴി പോരെ മക്കളെ എല്ലാവരും കയറിപ്പോരെന്ന് പറഞ്ഞാൽ ഇവിടെ രക്ഷപ്പെടുന്നു പറയാൻ പാടില്ല. പുതിയൊരു രാജ്യത്ത് നമ്മൾ ചെല്ലുമ്പോൾ ആദ്യത്തെ മാസം നമ്മൾ സ്ട്രഗിൾഡ് ആയിരിക്കും. അപ്പൊ അവരുടെ റെന്റ് പേ ചെയ്യണം, വലിയൊരു കാര്യമാണ്. ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ വരുന്നത് വെറുതെ കഞ്ചാവ് അടിച്ച് കള്ളു പിടിച്ച് നടക്കാനല്ല, പഠിക്കാൻ വരിക, പഠിച്ച് പാസ്സായേ പറ്റൂ. പഠിത്തം ഡ്രോപ്പ് ചെയ്തിട്ട് അത് ഒരു ട്രെൻഡായിരുന്നു ഒരു സമയത്ത്, പഠിത്തം ഡ്രോപ്പ് ആക്കി വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത്. അതൊക്കെ തീർന്നു, ആ പരിപാടി നടക്കില്ല. പലതും പറയും ഇത്ര പൈസ തന്നത് ചെയ്ത്, അങ്ങനൊന്നും ഇല്ല. അത് ഞാൻ ഗ്യാരണ്ടി. അങ്ങനെ ഒരു സ്കാം ഒരുപാടുണ്ട്, അതിലൊന്നും പോയി തല വെക്കണ്ട. പഠിക്കണം, പഠിച്ച് പാസ്സാവണം. 3000 പൗണ്ട് കൊടുത്ത് PSW വിസ, പഠിച്ചു കഴിഞ്ഞിട്ടുള്ള 2 കൊല്ലത്തെ വിസ, അതെടുക്കണം. ആ സമയത്തെ ഇതൊക്കെ വർക്കൗട്ട് ആവുള്ളൂ. അപ്പം ഇത്രയും റിസ്ക് എടുത്ത് വരാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ കാര്യമുള്ളൂ. അല്ലാതെ വെറുതെ അങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ ഇവനോട് ചോദിച്ചാൽ പിന്നെ ജോലി ഇല്ല, നടക്കില്ല. അവിടെ വന്ന് സ്ട്രഗിൾ ചെയ്യാതെ ഇതൊന്നും ഓവർനൈറ്റ് ഒരു സക്സസ് നടക്കാൻ പോകുന്നില്ല, നടക്കില്ല. അവിടെ വന്ന് ജോലി ചെയ്തതിന്റെ പേരിൽ എത്ര രൂപ കിട്ടും? 2000 പൗണ്ട് കിട്ടും. സ്ട്രഗിൾ ചെയ്ത് വർക്ക് ചെയ്ത് 3000 പൗണ്ട് കിട്ടും. ഈ 3000 പൗണ്ട് കൊണ്ട് എങ്ങനെ കാര്യങ്ങൾ നടക്കാനാ? റെന്റ് ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്, നാട്ടിലെ ലോൺ ഉണ്ടാവും, പിള്ളേർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ എല്ലാവരും ഉണ്ടല്ലോ, ഇത് കൺവേർട്ട് ചെയ്യും. 3000 പൗണ്ട് എന്ന് പറയുമ്പോൾ 3 ലക്ഷം രൂപ, ഒരു മാസം 3 ലക്ഷം രൂപ പോരെ ചോദിക്കും. സ്റ്റുഡൻസിന് അത്ര വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അല്ല ഇത്ര 15 hours 14 hours 20 hours അല്ല വീക്കിലി എന്തോ മൊത്തത്തിലാണ്. അല്ല അത്രയാണോ? റെഡി അടിച്ചാണോ? ഞാനാണോ നീയാണോ അവിടെ ഇതിന്റെ കൂടുതൽ എൻക്വയറി അറിയാം. 24 hours 20 hours ഒരു വീക്കില്, അതായത് 4 വീക്ക് കൂടുമ്പോ 80 hours. ഈ 80 hours ഇവര് മാക്സിമം ഉണ്ടാക്കാൻ പോകുന്ന പറഞ്ഞാൽ 1500 പൗണ്ട് ആയിരിക്കും, 1200 ആയിരിക്കാം, 1000 ആയിരിക്കാം, പല എമൗണ്ടും ആയിരിക്കാം. അത് ഓരോ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന രീതിയിൽ. ഈ പിള്ളേർക്ക് ഈ സമയത്ത് ഈ സ്ട്രഗിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവരുടെ കാര്യങ്ങളൊന്നും കീപ്പപ്പ് ചെയ്യാൻ പറ്റില്ല. ജോലി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. സാച്ചുറേറ്റഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. സ്റ്റിൽ പോസിബിളാ. ഞാൻ എന്നും പറഞ്ഞിട്ട് നാളെ ബ്രോയോട് ഞാൻ പറയാം പഠിക്കാൻ പോരെ ബ്രോ, ഫസ്റ്റ് ഡേ 1 തൊട്ടിട്ട് ഒരു ജോലിക്കും പോവാതെ തപ്പാതെ ഇരുന്ന് ഡെഫിനറ്റ്ലി മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ കഞ്ചാവിലോട്ട് പോകും. അവിടെ കഞ്ചാവ് വളരെ നല്ല ട്രെൻഡാ. ലീഗൽ അല്ല, പക്ഷെ നല്ലൊരു ട്രെൻഡാ അവിടെ. ഒരുവിധപ്പെട്ട എനിക്കറിയുന്ന എല്ലാവരും സ്മോക്ക് ചെയ്യും. അതൊക്കെ ഞാൻ ഓപ്പൺ ആയിട്ട് ക്യാമറ എന്ന് പറയാം, എനിക്കൊന്നും വിഷയമുള്ള കാര്യമല്ല. ഈ ഇതിലോട്ട് പോകുമ്പോൾ ഈ പിള്ളേർ പ്രൊഡക്റ്റീവ് ആവത്തില്ല, ജോലി തപ്പി ഇറങ്ങത്തില്ല. പിന്നീടാണ് അവരുടെ ലൈഫ് കോളാവുന്നത്. അത് പഠിച്ച് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റ് അവർക്ക് അതിൽ കിട്ടാം, കിട്ടാതിരിക്കാം. കിട്ടിയില്ലെങ്കിൽ അവർക്ക് ബിസിനസ് തുടങ്ങാം. ഈ ബിസിനസ് കമ്പനി വെച്ചിട്ട് 50 കൊണ്ടേ ഉള്ളൂ. ഇപ്പൊ എന്റെ പോലെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഒരു പാട്ട വണ്ടി എടുത്തിട്ട് വണ്ടി കഴുകി ഇറങ്ങിയാലും പൈസ കിട്ടും. ഞാനിത് പണ്ട് പറഞ്ഞു, ബിന്ന് ചെയ്തിട്ട് ബിന്നിന്റെ ഒരു ബിസിനസ് പറഞ്ഞ് വൈറലായി പോയ സംഭവം. അത് അവിടെ ചെയ്യുന്നുണ്ട് ആൾക്കാർ, അവിടെ പ്രോപ്പറായിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട്, വർക്കൗട്ട് ആവുന്നുണ്ട്. അപ്പം ഈ ഒരു സ്ട്രഗിൾ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കാതെ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ പാളി പോകത്തുള്ളൂ. ഇതിനുള്ളിൽ കുറെ സ്കാമും ഉണ്ട്. അതായത് എന്റെ ഈ വീഡിയോസ് വെച്ചിട്ട് വേറെ കുറെ ഏജൻസിക്കാർ ഇത് ചെയ്തു വന്നേക്കുന്നത്. അത് ലിറ്ററലി ഞാൻ പേര് പറയാൻ പാടില്ല, അവർക്ക് പ്രൊമോഷൻ ഞാൻ കൊടുക്കാൻ പാടില്ല. പക്ഷെ എന്റെ ടീമിന്റെ പേര് എയിംബ്രിഡ്സ് എന്നാ. അത് ഞാൻ ഇവിടെ പറയാനുള്ള ഒരേ ലോജിക്ക്, ഒരുപാട് ഏജൻസിക്കാർ എന്റെ ഈ വീഡിയോ യൂസ് ചെയ്തിട്ട് അവർ പിള്ളേരെടുക്കും. ഈ പിള്ളേരൊക്കെ അവിടെ എത്തും. അവിടെ എത്തിയിട്ട് പറയും അൻവിചേട്ടന്റെ പറയും, അമ്മ എവിടെ അക്കോമഡേഷന്റെ പൈസ എവിടെ? എനിക്ക് ഞാൻ ഈ അക്കോമഡേഷൻ താമസിക്കുന്നത്, എനിക്ക് ഇത്രയും പൈസ അടയ്ക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എന്നെ വിളിക്കുള്ളൂ അല്ലേ? 1000 പേര് കയറി വന്ന് എന്നെ കൺഫേം മെസ്സേജ് അപ്പോഴേ വീഡിയോ ആൻവിൻ എന്നെ ഇവിടെ വിളിച്ചെടുത്തിട്ട് പോക്കൃത്തരാന്ന് പറയും അല്ലേ? സ്കാം ഒക്കെ നമുക്കെതിരെയുള്ള, ഞാൻ ഓൾറെഡി വക്കീൽ നോട്ടീസ് അയച്ചു. എനിക്ക് അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഇവർക്കൊക്കെ ലീഗലി മൂവ് ചെയ്യത്തുള്ളൂ. ഞാൻ വാ തുറന്ന് ഒരു സിനാരിയുടെ മുന്നിൽ വന്നിരുന്നിട്ട് എന്നെ ഇവരിങ്ങനെ പറഞ്ഞു, ഞാനൊന്നും പറയാൻ പോണില്ല. ഞാൻ ലീഗലി മൂവ് ചെയ്യേണ്ട സാധനം ആ സൈഡിൽ കൂടെ അങ്ങ് മൂവ് ചെയ്ത് വിടും, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ വർത്താനങ്ങളൊന്നുമില്ല. അവിടെ ഒരുപാട് സ്കാമും കാര്യങ്ങളും ഇതുപോലെ നടക്കുന്നുണ്ട്. കുറെ പേര് റിവീൽ ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ നടക്കും, നമ്മളെ മൈൻഡ് ചെയ്യണ്ട. സോ അപ്പൊ നമ്മള് കുറെ നേരമായിട്ട് നമ്മുടെ ഫോർമൽ ബിസിനസ് ഡിസ്കഷൻ അങ്ങനെയൊക്കെ ആയി കാര്യങ്ങൾ. അതെ, എന്നെ ആരാണല്ലോ തന്നെ ചോദിക്കുന്നത്. അതെ, എല്ലാരും കാണുമ്പോ നിങ്ങളുടെ അപ്പൊ നമ്മൾ അത് ചോദിച്ച് അധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ വെളിയിൽ നിന്ന് വീഡിയോ കാണുന്ന രീതിയിൽ ഒരു കാര്യം പറയാം ബ്രോ. അതിപ്പം എനിക്കും ഭയങ്കര ക്രൈസ് ഉള്ള ഒരു കാര്യമാണ്. മെയിനായിട്ട് വണ്ടി. അവന്റെ മൈൻഡ് റീഡ് ചെയ്ത് നമ്മൾ പറയാം. പിള്ളേരെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കാം. അപ്പൊ ബ്രോയുടെ ഇത് കാണുമ്പോ ഉള്ള എനിക്കാണേലും ഇവിടെ കുറെ സെഗ്മെന്റ് ഓഫ് വണ്ടികളുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ നാട്ടിലെ ലിമിറ്റേഷൻസ് അറിയാലോ, ഇവിടെ മോഡിഫിക്കേഷൻ കുറച്ച് പണിയുള്ള കാര്യങ്ങളൊക്കെയാ. അപ്പൊ നിങ്ങൾ അവിടെ ഇങ്ങനെ കുറെ സാധനങ്ങൾ കൊണ്ടു കിടക്കുന്ന കാണുമ്പോ എനിക്ക് ആ കാര്യത്തിൽ ഭയങ്കര അസൂയ കേട്ടോ, പറയാതിരിക്കാൻ വയ്യ.
വേറെ കാര്യമുണ്ട്, ബ്രോ കണ്ടത് ഇവര് കണ്ടിട്ടില്ല. എനിക്കറിയാം, എനിക്ക് മനസ്സിലായി. എന്റെ അമ്മോ, ഇങ്ങനെ റിവീൽ ചെയ്യാത്ത കുറച്ച് വണ്ടികളുണ്ട് ഗൈസ് ഇങ്ങേറയില്, പറയാതിരിക്കാൻ വയ്യ. അപ്പൊ ബ്രോ കറന്റ് ഇപ്പൊ എന്നാലും എത്ര വണ്ടി ഉണ്ടാവും? ഞാൻ ഒരു ഇന്റർവ്യൂ കണ്ടോണ്ട് വിരലിൽ എണ്ണാൻ പറ്റാത്തത്, എന്നാലും ഒരു എക്സാക്ട് കൗണ്ട്. വിരലിടാനൊക്കെ പറ്റി 21 വണ്ടി. 21 വണ്ടി ഇപ്പൊ കറന്റ്. 21 ഓണ്ടാണോ അതോ ഉണ്ട്? പിന്നെ സ്വന്തമായിട്ട് അറിയോ? ഇത് എന്താ അങ്ങനെ പേഴ്സണൽ യൂസിന് വേണ്ടി മാത്രം മേടിച്ചേക്കാം? പേഴ്സണൽ യൂസിന് എങ്ങനെ വണ്ടി? പേഴ്സണൽ യൂസിന് ഞാൻ ഡെയിലി ഡ്രൈവർ ഒരു BMW ഉള്ളൂ, പിള്ളേർക്ക് ട്രാവൽ ഒരു പെട്രോള്, പിന്നെ ഒരു വോക്സ്വാഗൺ ഒരു മിനി ബസ്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എനിക്ക് അതാണ്. ഞാൻ ഇപ്പൊ കറന്റ് ഇപ്പൊ എല്ലാരും കാണുന്നതിൽ ഏറ്റവും ഫേവറേറ്റ് എനിക്ക് മറ്റേ മഞ്ഞ കളർ, നമ്മുടെ മഞ്ഞ കളർ ആനില്ല. അതിൽ ഓപ്ഷൻ ബാങ്ക്സ് ഒക്കെ ഉണ്ട്. ആണല്ലേ? അത് ഞങ്ങള് എഞ്ചിൻ റീപ്ലേസ് ചെയ്തിട്ട് നമ്മുടെ സുബാറുവിന്റെ WRX-ന് എഞ്ചിൻ വെക്കാൻ പോവാ. 3.2 പൊട്ടിച്ചെടുക്കാൻ വേണ്ടി. ഇപ്പൊ തന്നെ ഒരു പറക്കം വണ്ടിയാണ്, നല്ല സ്പീഡ്. ഇല്ല ഇപ്പൊ പക്ക സ്റ്റോക്ക് വണ്ടി, അങ്ങനത്തെ അതേ സ്റ്റോക്ക് വണ്ടി വോൾസ്വാഗൻ ആണോ? വോക്സ്വാഗൻ. അത് 2 ലിറ്റർ എഞ്ചിനാ വരുന്നത്. പക്ഷെ അതിന്റെ ഇപ്പൊ നമ്മൾ ഈ വണ്ടിയുടെ ഒക്കെ പ്രൊണൗൺസിയേഷൻ ഭയങ്കര പ്രശ്നം. ഇപ്പൊ വോക്സ്വാഗൻ, വോൾസ്വാഗൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ വോൾസ്വാഗൻ ഞാൻ പറയാം, നമ്മള് കോമൺലി വോൾസ്വാഗൻ എന്ന് പറയണേ. എനിക്ക് ഇതിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അറിയാവുന്ന കുഴപ്പമില്ല. വോക്സ്വാഗൻ ഓക്കെ. അതല്ല, ഇപ്പൊ ഞാൻ പറയുവാ, ഇൻ കേസ് നമ്മൾ അതിനെ പറ്റി എടുത്തു പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോ ശസംബ്രോ ഒക്കെ വന്ന് വീഡിയോ ഇട്ട് കളയണ്ട. അതെ ശസംബ്രോക്ക് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുത്ത് പറഞ്ഞു. അപ്പൊ 21 വണ്ടിയല്ലേ? അപ്പൊ ഈ ബാക്കിയുള്ള വണ്ടികൾ എങ്ങനെ ട്രേഡ് എന്ത് എടുത്ത് വെച്ചിരിക്കണേ? ബേസിക്കലി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓഫ് മാർക്കറ്റ് വണ്ടികൾ അറിയാം, ഇതിന് എപ്പോ വാല്യൂ എപ്പോ കൂടും എപ്പോ കുറയുന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ നമ്മളത് നേരത്തെ കീപ്പ് ചെയ്തിട്ട് ഇപ്പൊ 21 വണ്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല, കാരണം നാളെ വിറ്റ് കളയും. നാളെ വിറ്റ് കളയുമ്പോ പറയും പുള്ളി തള്ളിതാ, പുള്ളിയുടെ വണ്ടി അല്ലെന്ന് പറയത്തില്ല. അപ്പൊ അങ്ങനെ പറയുമ്പോ നമ്മള് ഇതൊക്കെ വിറ്റ് കളയും. അപ്പൊ വിൽക്കാത്ത കുറച്ച് വണ്ടികൾ ഉണ്ടാവും. അപ്പൊ ഈ അത് മേടിച്ചാണ് കാണിക്കാത്തല്ലേ? എന്നാലും വീഡിയോയിൽ എത്ര വണ്ടി റിവീൽ ചെയ്തിട്ടുണ്ടാവും? കൂടിപ്പോയി ഏതൊരു ഒരു പണ്ടിട്ടൊരു സ്റ്റോറിയിൽ ഞാനൊരു 13 വണ്ടി വീട്ടിലോട്ട് ഇങ്ങനെ കയറി എന്റെ വീടും ഇങ്ങനെ ഒരു ആംഗിൾ കാണിക്കുമ്പോൾ അതിനുള്ള എല്ലാ റേഞ്ച് റോവേഴ്സും ലെക്സസും എല്ലാം നിർത്തിയിട്ടേക്കുന്ന ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. എന്നാലും നമ്മുടെ കൊണാത പോഡ്കാസ്റ്റിന് എക്സ്ക്ലൂസീവ് ആയിട്ട് ഇതുവരെ റിവീൽ ചെയ്യാത്ത അൻവിൻ ബ്രോയുടെ കയ്യിലുള്ള ഒരു വെറൈറ്റി അല്ലെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് സാധനം എന്തായിരിക്കും? എക്സ്പെൻസീവ് സാധനം എന്ന് പറഞ്ഞാൽ വിൽക്കാനുള്ളതാണെങ്കിൽ ഒരുപാടുണ്ട്. കീപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു 1972 ഒരു പോഷ് ഉണ്ട്, 911 എന്ന് പറയും. അത് 1972 അത് ഞാൻ റിവീൽ ചെയ്യാം. ആണല്ലേ സംഭവം? അപ്പൊ ഞങ്ങൾക്ക് ഒരു ചെറിയ ഫുട്ടേജ് തരണം കേട്ടോ. ഇവിടെ ഇങ്ങനെ കാണിക്കുവേ, ഇപ്പൊ വരാം. പക്ഷെ അത് ഓടിക്കാനൊന്നും വലിയ സെറ്റപ്പ് ഇല്ല, അതൊക്കെ നമുക്ക് റീബിൽഡ് ചെയ്യണം. ഇതെന്താണെന്ന് അറിയോ, നമ്മള് അൾട്രാ എമൗണ്ട് മുടക്കിയിട്ടൊന്നും വണ്ടികൾ വാങ്ങത്തില്ല. നമ്മൾ കുറെയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെ ബിൽഡ് ചെയ്ത് അതിന് വാല്യൂ കൂട്ടാം. ഓക്കെ, ഞാനൊരു കോബ്ര കാണിച്ചു തരാം. എന്റെ ഒരു കോബ്ര ഇരിപ്പുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഒറിജിനൽ എഞ്ചിനാ. എന്നാലും കമ്പാരിറ്റീവ്ലി എങ്ങനെയാ വണ്ടിയുടെ ഒക്കെ വില കൂടുതലാണോ അവിടെ UK-ൽ, അതോ നമ്മുടെ ചീപ്പ്? ഞാൻ ഓടിച്ചെടുക്കുന്ന BM ഇല്ലേ, ഒരു 8 രൂപ തൊട്ട് അത് വാങ്ങിക്കാൻ കിട്ടും. 8 ലക്ഷം മാത്രമേ ഉള്ളൂ. ഏത് ഇയർ ആണ്? മാത്രമേ ഉള്ളൂ. അത് 2019 വണ്ടിക്കൊക്കെ മാത്രമേ ഉള്ളൂ. ഭയങ്കര ചീപ്പാ. അതിന്റെ നമ്പർ പ്ലേറ്റ് ആൻവിൻ അല്ലേ? അല്ലല്ല, എന്റെ നമ്പർ പ്ലേറ്റ്സിനൊക്കെ ഒരു സിമിലാരിറ്റി ഉണ്ടാവുന്നുള്ളൂ. അൻവിൻ എഴുതിയേക്കുന്ന പെട്രോൾ മാത്രമേ ഉള്ളൂ. ഓ അല്ല, മറ്റേതിന് W അല്ലേ? AN11W കുറെ നമ്പർ പ്ലേറ്റ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ വാങ്ങിച്ചു നമ്പർ പ്ലേറ്റ് നെഗോഷ്യബിൾ മാറ്റാൻ പറ്റും. അത് പെട്രോൾ എനിക്ക് അൻവിൻ തന്നെ വേണമായിരുന്നു, ഞങ്ങൾ ബിഡ് ചെയ്ത്. ഈ ഒരു 10-21 കാർസിൽ അൻവിൻ ബ്രോ ഒരിക്കലും സെയിൽ ചെയ്യത്തില്ല എന്ന് ഉറപ്പിച്ച ഒരു വണ്ടിയാണ് പെട്രോൾ ഒരിക്കലും. അത് ഞങ്ങൾ ബിൽഡ് ചെയ്തോണ്ടിരിക്കുക. അതിന് ബിൽഡിന്റെ റിവീൽ കാണുക, അത് ഒരു നെക്സ്റ്റ് ലെവൽ ബിൽഡ് ആയിരിക്കും. എപ്പോ ഉണ്ടാവും അതിന്റെ റിവീലൊക്കെ? എന്തായാലും ഒരു 1.5 മാസം കൂടെ. 1.5 മാസം? ഇപ്പൊ ഓൾറെഡി 9 മാസമായി കേട്ടിട്ട്. 9 മാസത്തിൽ പണിഞ്ഞോണ്ടിരിക്കുക. ഞങ്ങള് നല്ല ബിൽഡാ ചെയ്ത്. വലിയ പ്രൊജക്ട് ആണ്. വലിയ പ്രൊജക്ട്. നമ്മുടെ മിനി കൂപ്പർ ഇത് ഗെയിം ഇതാക്കിയല്ലേ? കൊടുത്തു. അതിന്റെ വീഡിയോ കഴിഞ്ഞ ഒരു 3 ദിവസം മുന്നേ മിനി കൂപ്പർ കൊടുത്തല്ലേ? പക്ഷെ അത് ഞാൻ കാര്യം പറയട്ടെ, ഇപ്പൊ ഈ ഒരു പോഡ്കാസ്റ്റ് സെറ്റപ്പ് പോലെ ഇപ്പൊ ഇവര് കാണുന്ന ഈ ആംബിയൻസ് അല്ലേ, ഇതിന്റെ ബാക്കിലെ എക്സ്പെൻസ് നിങ്ങൾക്ക് അറിയത്തില്ലേ? ആ മിനി കൂപ്പർ വലിയ വിലയില്ല. അവിടെ ആ വണ്ടി ഞാൻ കൊടുക്കുമ്പോ അതിന് ഏകദേശം 5-5 ലക്ഷം രൂപ വിലയുള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷെ കൊടുക്കാനുള്ള കോസ്റ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ് നമുക്ക്. എന്നാലും എത്ര രൂപ ആയിട്ടുണ്ടാവും? അത്യാവശ്യം നല്ല എമൗണ്ട് ആയി. ആ വണ്ടിയേക്കാൾ ഒരു 10 ഇരട്ടി. 10 ഇരട്ടി എന്ന് പറയുമ്പോ തന്നെ 9 ലക്ഷം രൂപ മുകളിലായി. നമുക്ക് എല്ലാം സെറ്റ് ഇട്ടുമ്പോ കോസ്റ്റ് ആയി. അപ്പൊ അതിന്റെ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല?
വരുന്നേ ഉള്ളൂ. ട്രെയിലർ ഈ ഇടയ്ക്കല്ലേ ഇറങ്ങിയത്. അത് എന്റെ പ്രൊഡക്ഷൻ ടീമുണ്ട്. അപ്പൊ പ്രൊഡക്ഷൻ ടീമിന്റെ ഫസ്റ്റ് പ്രൊജക്ട് മാസീവ് പ്രൊജക്ട് ആയിട്ട് അവർ ടിഫിൻ ബോക്സ് മീഡിയ എന്ന് പറയും. എന്റെ ഫ്രണ്ടിന്റെ പേര് പറഞ്ഞു അവൻ അറിയട്ടെ. അവൻ പക്ഷെ എനിക്ക് തോന്നുന്നു നല്ല നെഗോഷിയേറ്റ് ചെയ്തിട്ട് എനിക്ക് കോസ്റ്റ് തന്നെ. അവൻ അതിൽ നിന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവർക്കൊരു ടെസ്റ്റ് പ്രൊജക്ട് പോലെ മാസീവ് പ്രൊജക്ട് ചെയ്യുക. അത് ഞങ്ങളുടെ വെറും ബേസാ. ഇനി ഞങ്ങൾ ഒരുപാട് വീഡിയോസ്, ഞങ്ങൾ 2 വീഡിയോ ഓൾറെഡി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി 3ാമത്തെ വീഡിയോ വരുന്നുണ്ട്. നാട്ടിൽ ഇതേപോലെ മാസീവ് എമൗണ്ട് ആയിരിക്കും. ഇതെന്താണെന്നറിയോ, ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു ഈ ഗെയിമിൽ അവർക്കെല്ലാം ഫണ്ട് കിട്ടും. ഇപ്പൊ മിനി കൂപ്പറിൽ വന്ന എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്ത 17 പേർക്ക് എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്. 2 വണ്ടി ഞങ്ങൾ കൊടുത്തതിനുണ്ട്. സെറ്റപ്പ്. പക്ഷെ ആ പേര് എനിക്ക് വേണ്ട, എനിക്ക് എന്റെ പേര് കേരളത്തിൽ മിസ്റ്റർ ബീസ് എന്ന് അറിയണ്ട, അഡ്മിനായിട്ട്. അപ്പൊ വെറൈറ്റി ആയിട്ടൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ കൊണ്ട് അപ്പൊ കേരളത്തിലുണ്ടാവും. ഇനി കേരളത്തിലുണ്ടാവും. പിന്നെ ഉറപ്പായിട്ടും മാസീവ് പ്രൊജക്ട്. ഇവരെ ഒന്ന് 7 അയലത്തൂല് അടുപ്പിക്കില്ല. ഡിസേർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. അതെങ്ങനെയാണെന്നറിയോ, അത് നമ്മളൊരു ഗൂഗിൾ ഫോം ഒക്കെ ഇട്ട് അതിനുള്ളിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കും. എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് മാത്രമേ അവർക്ക് കൊണ്ട് ചെയ്യത്തുള്ളൂ. ഹോപ്പ്ഫുള്ളി നമ്മള് ഒരു മാസീവ് വണ്ടി തന്നെ ആയിരിക്കും കേരളത്തിൽ കൊടുക്കുന്നത്. അതുപോലെ ഈ സെയിം ഗെയിം തന്നെ ആയിരിക്കും. ഞാനൊരു ഹിന്റ് തരാം. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു വണ്ടി ആരും ഷോറൂം ഡെലിവറി കൊടുത്തിട്ടില്ല. എല്ലാരും സെക്കൻഡ് ഹാൻഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പഴയ വണ്ടി കൊടുത്തിട്ടുണ്ട്. എനിക്കറിയാം ഏതാ വണ്ടിയെന്നും എന്താ കൊടുക്കാൻ പോണേന്ന്. പക്ഷെ അത് ഷോറൂമിൽ പോയി ഡെലിവറി എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരാൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ എന്റെ അമ്മ എനിക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റണല്ലോ. അത്രയും കിട്ടുന്ന വണ്ടിയാണ്. അറിവില്ല, അതൊക്കെ അങ്ങേറെ ചാനലല്ലേ. അപ്പൊ അങ്ങനെ ഒരു ഗീവ് അവേ ഒന്നും എന്റെ അറിവില് ഇവിടെ ആരും കൊടുത്തിട്ടില്ല. മെയിനായിട്ട് ഞാൻ എനിക്ക് അതോടെ ഗീവ് അവേ എന്ന് പറയുന്ന കാര്യം സത്യം പറഞ്ഞാൽ അതൊരു കോമ്പറ്റീഷനിൽ ജയിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന റിവാർഡ്. എന്റെ എല്ലാ വീഡിയോസും അങ്ങനെ ആയിരിക്കും. കാരണം ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു അവർക്കൊക്കെ എന്തെങ്കിലും കിട്ടും. ജയിക്കുന്നതൊക്കെ നല്ലൊരു ഫിഗർ കിട്ടും. പക്ഷെ നല്ലൊരു കാര്യം തന്നെയാണ് ബ്രോ. നല്ലൊരു കോൺസെപ്റ്റ് ആണ്. ഉടനെ തന്നെ വരട്ടെ, അടിപൊളിയായിട്ട് വരും. മിനി കോപ്പറിന്റെ വീഡിയോ എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടില്ല. അൻവിൻ ബ്രോ ആണ് അത് ഹോസ്റ്റ് ചെയ്തേക്കണം. ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അത് അൻവിൻ ബ്രോ ഇല്ല ലിറ്ററലി. അത് ആരോ എന്തൊക്കെയോ ചെയ്യണ പോലെ പെട്ടെന്ന് വീഡിയോ കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ മിനി കൂപ്പർ ഒക്കെ ഒരു ഗീവ് അവേ ആയിട്ട് ഇപ്പൊ കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സാധനം, അതും ഞാൻ പറഞ്ഞില്ലേ 10, 50, 60 ലക്ഷം രൂപയ്ക്ക് നിങ്ങളൊരു പ്രൊഡക്ഷൻ സെറ്റ് ഒക്കെ ഇട്ട് അത് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എഫേർട്ടിൽ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലാരും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ. ഒരിക്കലും ഇല്ല. കാരണം കേരളത്തിലെ ഫസ്റ്റ് കോണ്ടന്റ് അല്ലെ ഒരു മലയാളി ക്രിയേറ്റ് ചെയ്യണ ഏറ്റവും എക്സ്പെൻസീവ് കോണ്ടന്റ് ചിലപ്പോൾ അതായിരിക്കും. ചിലപ്പം അല്ല, നമുക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറയാണ്. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ ഇനിയും കേരളത്തിലോട്ടൊക്കെ വരട്ടെ, അടിപൊളിയായിട്ട് നമുക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കല്ല, ഇവനല്ല, ഡിസേർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റട്ടെ. നമുക്കറിയാം ആൾക്കാരെ സെലക്ട് ചെയ്യാൻ. ഞാൻ അറിയുന്ന ആൾക്കാരെ എടുക്കാം കണ്ടന്റിന് വേണ്ടി. എനിക്കിപ്പോ എന്റെ ഫ്രണ്ട്സിനെ ആഡ് ചെയ്യാൻ വേണമെങ്കിൽ 5 പേരെ ആഡ് ചെയ്യാം. അല്ലാതെ ഭൂരിഭാഗം പേരും ഡിസേർവിംഗ് ടീം ആയിരിക്കും. എന്റെ മിനി കൂപ്പറിൽ എന്റെ മാനേജർ, ഇപ്പത്തെ മാനേജർ അന്ന് എന്റെ മാനേജർ അല്ലായിരുന്നു, അവൻ അതിൽ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അന്ന് പുള്ളിക്ക് നമ്മളൊരു ചാൻസും കൊടുത്തില്ല. പുള്ളി എനിക്ക് 2ാം കണ്ട് ഔട്ട് ആവുന്നുണ്ട്. 0 ഇത് അപ്പൊ തന്നെ എടുത്ത് പുറത്തിടും. ആണല്ലേ? കഴിഞ്ഞാൽ പോയി. അതെ, ഇപ്പം അങ്ങനെ ചെയ്യണം നമ്മൾ. ആ ഒരു ഇതില് ആ ഒരു ഡെക്കോറം ഒക്കെ കീപ്പ് ചെയ്ത് കൊണ്ടുപോയാലേ, അല്ലെങ്കിൽ പിന്നീട് ആൾക്കാർ മനസാക്ഷി അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതാക്കി കളയും. ഉറപ്പായിട്ടും അത് അണ്ണൻ മറ്റേ ഇടയ്ക്കൊരു പി സി വന്നില്ലായിരുന്നോ? അതിൽ മറ്റേ ഗ്രൂപ്പില് അണ്ണാ പി സി കിട്ടാണെ തരണേ. ഞാൻ പറഞ്ഞു കൂട്ടത്തിൽ ഒറ്റ എടുത്തില്ല പാർട്ടിസിപ്പേറ്റ്. ഞാൻ പറഞ്ഞു എന്റെ ഗ്യാങ്ങിലുള്ള പിള്ളേരോട് മൊത്തം പറഞ്ഞ് നിങ്ങളൊന്നും ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട, എനിക്ക് ഡിസേർവ്ഡ് ആയിട്ടുള്ള. കാരണം ഇവന്മാർക്ക് അറ്റ്ലീസ്റ്റ് കളിക്കാനെങ്കിലും ഒരു പീസ് ഉള്ളതാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പൊ അതുപോലും ഇല്ലാത്ത ആൾക്കാർക്ക് ആർക്കെങ്കിലും കിട്ടണം. അതാണ് എന്റെ ആഗ്രഹം. ഞാനിപ്പോ നമ്മളാണെങ്കിലും അങ്ങനെ ഒരു ഗീവ് നടത്തുമ്പോ, ഞാൻ നിങ്ങളുടെ ഗീവ് എന്ന് പറയണില്ല, നമ്മൾ നടത്തുമ്പോൾ അങ്ങനെയുള്ളവർക്ക് കിട്ടണമെന്നാണ്. അപ്പൊ ഇത്രയും വലിയ പരിപാടിയൊക്കെ ഹോസ്റ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഡിസേർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടട്ടെ. അപ്പൊ നമ്മള് ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ഉള്ള മെയിൻ കുറച്ച് ഹൈലൈറ്റ് സാധനങ്ങളാണ് വണ്ടി. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതെ എനിക്ക് പിന്നീട് കുറച്ച് ഭയങ്കര അട്രാക്റ്റീവ്. എനിക്ക് ഞാൻ അൻവിൻ ബ്രോ വന്നപ്പോ തന്നെ കാണിച്ചു തന്നില്ലേ, കുറെ പെറ്റ്സ് ഉണ്ട് വീട്ടില്, കുറെ 10-15 പശു ഉണ്ട്. അപ്പൊ ഒബ്വിയസ്ലി എനിക്ക് റിലേറ്റഡ് ആണ്. അപ്പൊ ഞങ്ങൾ പിന്നെ കാണുന്ന ഏറ്റവും വലിയൊരു നിങ്ങളുടെ അകത്ത് കാണുന്ന ഒരു അഫെക്ഷനും അട്രാക്ഷനും കെയറും എല്ലാം കാണുന്നത് ഡോഗ്സ് എന്ന് ഞാൻ പറയണില്ല, പിള്ളേരെന്ന് വിളിക്കണത് നിങ്ങൾ കാണുന്ന പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പിള്ളേരെന്ന് പറയാൻ മനസ്സിലാവില്ല. അൻവിൻ ബ്രോയ്ക്ക് ഒരു ബഞ്ച് ഓഫ് ഡോഗ്സ് ഉണ്ട്. എന്നുവെച്ചാൽ ഡോഗ്സ് ഒന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല എനിക്ക് പുള്ളിയുടെ മുമ്പ് വെച്ച്. പക്ഷെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്, അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയാണ്, ആളുടെ വീഡിയോസിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അത്രയും അഫെക്ഷനും കെയറും സ്നേഹവും ഒക്കെ ഉള്ള കുറച്ചൊരു ഗ്രൂപ്പ് ഓഫ് ടീംസ് ആണ്. അപ്പൊ അതിനെപ്പറ്റി ഒരു പറ. അതിപ്പോ ഒന്നും പറയാനില്ല ബ്രോ. അത് എന്റെ ലൈഫിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ടാണ്. ഐ വുഡ് ലൂസ് എനിത്തിങ് ഫോർ ദം. ബിസിനസ് കാരണോ
തകർന്നോ, എന്ത് വേണം പോണോ. ഞാനിപ്പം ബ്രോനോട് ചോദിക്കുക വണ്ടികളാണോ ബിസിനസ് ആണോ പിള്ളേരാണോ എന്തിനാ കീപ്പ് ചെയ്യേണ്ടത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഒറ്റ ഉത്തരവുള്ളൂ, ഐ വുഡ് ഹാപ്പിലി കീപ് ദം. എന്നിട്ട് ഞങ്ങളൊരു ബേസ് സ്ട്രക്ചറിന് പിന്നെ ഞങ്ങൾ തുടങ്ങിക്കോളാം. പക്ഷെ അവരെ കളഞ്ഞിട്ട് എനിക്കറിയാം, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുക, അവൻ അവിടെ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് ഓൾറെഡി അറിയാം. ആദ്യം 4 ദിവസം ഇപ്പം ഞാൻ അവന് 2 സ്റ്റാഫ് ഉണ്ട്, ഇവരെ നോക്കാൻ വേണ്ടി 2 സ്റ്റാഫ്സ് ഉണ്ട് അവിടെ, പിള്ളേരെ നോക്കാൻ വേണ്ടി കാര്യങ്ങൾ. അവർ നല്ല സിങ്ക് ആണ്, അതേ വൈബാണ്. ഇപ്പൊ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് കുറെ റൂൾസ് പറഞ്ഞു, ഈ സമയത്താണ് അവൻ ഇറക്കേണ്ടത്, അവന് നടത്തണം, ഞാൻ ഇവിടെ ഇല്ലാന്ന് അവന് തോന്നിക്കരുത്. റോളക്സിന്റെ കാര്യം ഞാൻ പറയുന്നത്, അവന് മാത്രമേ പ്രശ്നമുള്ളൂ. റോളക്സ്, ഭീകരൻ, ലിയാപ്പി, ഇതൊക്കെ എന്ത് ബ്രീഡ്സാ? റോളക്സ് പ്രസാക്കാനേരിയ, അവൻ വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ഡോഗ്സ് ഇൻ ദ വേൾഡാ. അത് എന്നിട്ടാണ് അവൻ അങ്ങനെ പൂക്കി കളിച്ചെടുക്കുന്നത് അവിടെ. പക്ഷേ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ കമാൻഡ് കൊടുത്താൽ നന്നായിട്ട് കടിക്കും. ബാക്കി രണ്ടുപേരും ലിയാപ്പി ബുള്ളിയാ, അതായത് സ്റ്റാഫോർഷയർ ബുൾ ടെറിയർ എന്ന് പറയും, നമ്മുടെ പിറ്റ്ബുളിന്റെ ഒരു വിഭാഗമാണ്. അമേരിക്കൻ. പിന്നെ അമേരിക്കൻ ബുള്ളി പോലെ അതിന്റെ ഒരു വിഭാഗമാണ് അവർ വരുന്നത്. പിന്നെ കുഞ്ഞ് ഭീകരൻ കാനിക്കോസോ, അങ്ങനെയാണ് കുഞ്ഞെന്ന് ഭീകരനാണോ കുഞ്ഞ്? കുഞ്ഞ് അല്ലല്ല, അത് സൈസിലല്ലടാ കുഞ്ഞ്, സൈസിലാണല്ലേ കുഞ്ഞ്. പ്രായത്തില് ഭീകരനാണ് ഏറ്റവും കുഞ്ഞ്. അവൻ കാനിക്കോസോ. ലൈക്ക് ആള് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ രണ്ടുപേരെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയണത്. അപ്പം അൻവിൻ ബ്രോ ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കും അവിടുത്തെ. ഞാൻ അവിടെ ഇല്ലെങ്കിലും അവരെല്ലാവരായിട്ട് സിങ്കാ. റോളക്സിന് മാത്രമേ ഒരു പ്രോബ്ലം ഉള്ളൂ. അവന് മനസ്സിലാവും ഞാൻ എവിടെ പോയാലും വന്നാലും ഒക്കെ. ഞങ്ങൾ ഭയങ്കര കമ്മ്യൂണിക്കേഷനാണ്. അവനറിയാം എനിക്ക് എന്നാ വേണ്ട, എനിക്ക് അവനോട് സംസാരിക്കാം. ഇതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ ഇവരിപ്പോ പറയുമ്പോ ഏത് ഡോഗ് ഒരു പട്ടിയല്ലേ എന്നൊരു കോൺസെപ്റ്റ് ഇല്ല ഇവിടെ. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് എന്റെ വീട്ടിൽ കാണുമ്പോൾ എന്റെ പിള്ളേരെ പറഞ്ഞാണല്ലോ, അയ്യോ അത് എന്റെ ഒരു ഈ പട്ടി എന്നൊക്കെ പറഞ്ഞാൽ എന്റെ റിലേറ്റീവ്സ് ഒരു തവണ വീട്ടിൽ വന്നിട്ട്, പറയാൻ പാടില്ല, സ്റ്റിൽ റിലേറ്റീവ്സ് വീട്ടിൽ വന്നപ്പം എന്നെ ഉപദേശിച്ചു, അവരുടെ പാത്രം സിങ്കിൽ കഴുകരുതെന്ന് പറഞ്ഞു. അത് എങ്ങനെ ശരിയാവുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മെയിൻ ഗേറ്റ് അവിടെയാ, നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ പ്ലീസ്. അവരെ പറഞ്ഞിട്ട് എനിക്കത് ഭയങ്കര ട്രിഗർ ആവും, എനിക്ക് താല്പര്യമില്ല. എന്തിനാണ് പറയുന്നത്? എന്റെ വീട്ടിൽ അതാ അവരുടെ വീടാ, ഞാൻ വീട് സെറ്റ് ചെയ്തേക്കുന്ന പപ്പി പ്രൂഫ് ആയിട്ടാ. അവർക്ക് നശിപ്പിക്കാനുള്ള സാധനങ്ങളൊന്നും അവരുടെ റീച്ചിൽ ഉണ്ടാവില്ല. അതൊക്കെ അങ്ങനെ നമ്മൾ പാക്ക് ബ്രോ ഇപ്പൊ ഗെയിമിംഗ് ബ്രോയ്ക്ക് വേണ്ടി സെറ്റപ്പ് ചെയ്തോ, സെയിം സിനാരിയോ ആ വീഡിയോ റെഡിയാക്കിയിരിക്കുന്ന അവർക്ക് വേണ്ടിയാ. അത്ര ഏക്കേഴ്സ് ഓഫ് യാർഡ്, ഇതൊക്കെ അവർക്ക് ഓടി കളിക്കാനും സെറ്റപ്പ് ചെയ്യാം, അവർക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി വണ്ടി റെഡിയാക്കിയിരിക്കുന്നത്. എന്റെ ലൈഫ് അതാ. അപ്പൊ അവിടെ വന്നിട്ട് ഇത് ഇവിടെ ചെയ്യരുത് അത് അവിടെ ചെയ്യരുത് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവുന്നേ? വരണ്ട, പറ്റാത്തവര് എന്റെ വീട്ടിലോട്ട് വരണ്ട, അവരെ കാണാൻ പറ്റാത്ത ആരും വരണ്ട, അവരെ സഹിക്കാൻ പറ്റാത്ത ആരും വരണ്ട. സിമ്പിൾ ലോജിക്. അതിപ്പോ റിലേറ്റീവ്സ് ആയാലും ശരി, ആരായാലും ശരി. ഈ പിള്ളേരിൽ ആദ്യം റോളക്സ് ആണോ വന്നത്? റോളക്സിൽ നിന്നാണ് തുടക്കം. അതുകൊണ്ടാണ് ഞാനും അവനും തമ്മിൽ അത്രയും ഒരു കണക്ഷൻ. അപ്പൊ അവന് ഈ ബാക്കിയുള്ള ഡോഗ്സ് ഒക്കെ പെട്ടെന്ന് സിങ്ക് ആയോ? പിന്നെ നമ്മളത് വളർത്തുന്ന പോലെ ഇരിക്കും. ഇവര് 3 ആൽഫ ഡോഗ്സാ. ഇവർക്ക് 3 പേർക്കും കഴിക്കാൻ ഒരു പാത്രമേ ഉള്ളൂ. ഒരു ക്യൂ നിൽക്കും. ഞാൻ ബ്രോയ്ക്ക് ഒരു വീഡിയോ വെച്ചുതരാം. അവർ ക്യൂ നിന്നിട്ടാ കഴിക്കുന്നത്. വെയിറ്റ് ചെയ്യും ലിറ്ററലി ഒരാൾ ഫിനിഷ് ചെയ്യാൻ. അതിന് ഫുഡ് കൊടുക്കുമ്പോൾ അടുത്ത ആളത് കഴിക്കുന്നത്. കാരണം ആൽഫ ഡോഗ്സ് നോർമലി ഫുഡ് കൊടുക്കുമ്പോൾ കടിച്ചു കയറും. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം. ഇവർ വെള്ളം കുടിക്കുന്ന ഒരു പാത്രത്തിൽ നിന്നാ. ഞാൻ ബ്രോയ്ക്ക് കുറെ വീഡിയോസ് അയച്ചു തരാം. അത് രസമാണ് കാണാൻ. ഇതൊക്കെ നടക്കാത്ത കാര്യങ്ങൾ. റോളക്സിന് ഡോർ തുറക്കാൻ അറിയാം. അവൻ രാവിലെ ഡോർ തുറക്കാൻ, ഈ ഹാൻഡിൽ ഡോർ നോബല്ല, ഹാൻഡിൽ ഡോർ അവന് കൊട്ടാൻ അറിയാം, ഡോറെ നോക്ക് ചെയ്യാൻ അറിയാം. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലല്ല, അവൻ അക്കാഡമിക് ട്രെയിൻഡാ. 3 പേരും അല്ല, ഭീകരനെ ഞങ്ങൾ ട്രെയിൻ ചെയ്തിട്ടില്ല. അവന് കാല് വയ്യല്ലോ. അവന് കാല് വയ്യ. എന്താ പറ്റിയ കാലിന്? ബേസിക്കലി അവന്റെ കാലിങ്ങനെ ഉള്ളിലോട്ടാ വളരുന്നത്. അപ്പൊ അവന്റെ വെയിറ്റ് വെച്ചിട്ട് അത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. അപ്പൊ അത് നേരെ ആക്കാൻ വേണ്ടി ഞങ്ങൾ കുറെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കി. ഇങ്ങോട്ട് കൊണ്ടുവരാൻ സമ്മതിച്ചില്ല. എയർ ഇന്ത്യ ആ ക്യാബിന്റെ അണ്ടറിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. എയർ ഇന്ത്യ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. ഞങ്ങൾ എല്ലാ ലക്ഷറി പെറ്റ് സർവീസും നോക്കി. പ്രൈവറ്റ് അടക്കം നോക്കി. പ്രൈവറ്റ് ആണെങ്കിൽ 90 ലക്ഷം രൂപയോ 1 ഫ്ലൈ, ഒറ്റ സൈഡ് മാത്രം ഫ്ലൈ ചെയ്യാൻ വേണ്ടി. അപ്പൊ അവിടെ നോക്കിയപ്പം അഫോർഡബിൾ. നമുക്ക് അവിടെ ഇത്രയും പൈസ കൊടുക്കുന്നതിനേക്കാളും നല്ലത് അവിടെ സമയമാണ് പ്രോബ്ലം. അപ്പം കുഴപ്പമില്ല. തൽക്കാലം ഇപ്പൊ നല്ലൊരു ഫെസിലിറ്റിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. നമ്മളെല്ലാരും കാണുന്നത് ഈ മക്കളുമായിട്ടുള്ള ഫ്രണ്ട്ലി ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്, കാർസ്, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇന്നാണ് ശരിക്കും അൻവിൻ ബ്രോ എന്തൊക്കെയാ ചെയ്യുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് കാര്യം നമുക്ക് മനസ്സിലായത്. ഈ ബിസിനസ്സിൽ ഓട്ടോസ്പാ ഒന്നുമല്ല, ഹെൽത്ത് കെയർ ഉണ്ട്, ഇൻഷുറൻസ് സൈഡ് ഉണ്ട്. അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇൻകം തരുന്ന ബിസിനസ്സുകൾ. ഓട്ടോസ്പാ വൺ ഓഫ് ദ ലാസ്റ്റ് അല്ല. അത് എനിക്ക് തോന്നുന്നു നമ്മൾ റീസെന്റ് 5 സ്റ്റാർട്ട് ചെയ്തു. അപ്പം 5 തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നെ ഓട്ടോസ്പായാണ്. അതിനും ഒരുപാട് സമയം എടുക്കും. ഇതൊക്കെ അങ്ങനെ ആയി വരാൻ വേണ്ടി തുടക്കത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതൊക്കെ നമ്മൾ സോർട്ട് ചെയ്യും. എന്ത് പ്രശ്നം നമ്മൾ സോർട്ട് ചെയ്യുമല്ലോ. സെയിൽസിനോട് ഭയങ്കര ഇഷ്ടം. I can close any deal. പക്ഷേ ഈ സെയിൽസ് ഇത് പരമായിട്ടുള്ള എന്തെങ്കിലും ബിസിനസ് കറന്റ് ഉണ്ടോ? സർവീസ് സെക്ടർ അല്ല. നമ്മൾ പോയി കോൺട്രാക്ട് പിടിച്ചാലല്ലേ കാര്യങ്ങൾ നടക്കുള്ളൂ. നമ്മൾ പോയി ഇരുന്ന് സംസാരിച്ച് കൺവിൻസ് ചെയ്യണ്ടേ. ഞാൻ നിനക്ക് നിന്റെ ബിസിനസ് എനിക്ക് തരണം. അത് നമ്മൾ വേറെ ആൾക്കാർക്ക് വേണ്ടി അവരുടെ ബിസിനസ് റൺ ചെയ്യുന്ന ആൾക്കാർ.
മനസ്സിലായോ? അവരെ സർവൈവ് ചെയ്യാൻ സഹായിക്കുന്ന ആൾക്കാരാണ് നമ്മള്. അപ്പോൾ ആ ഒരു കോൺട്രാക്ട് അവർ നമുക്ക് തരണമെങ്കിൽ നമ്മൾ അവരോട് പോയി സംസാരിച്ച് കൺവിൻസ് ചെയ്യണം. കൺവിൻസ് ചെയ്യല്ലേ? കൺവിൻസ് ചെയ്യും. കൺവിൻസ് ചെയ്യാനൊരു കഴിവാണ്. ഞാൻ തന്നെ കൺവിൻസ് ചെയ്ത് നീ എന്നെ എന്തോരം കൺവിൻസ് ചെയ്ത് ഇപ്പോഴും നീ ഇവിടെ നിൽക്കണമെന്നല്ലേ എനിക്ക് മനസ്സിലാകത്ത് ഇവൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നതെന്നുള്ള. ബ്രോ മാത്രമല്ല ഇവരെ കാണുന്നവരല്ലേ ഇന്ന് പിന്നെയും വാതുറന്ന് ഇവനെ കണ്ടതെന്നാ. നോർമലി ഒരു ഗസ്റ്റ് വരുമ്പം ഞാനല്ല ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കും. ഞാൻ എന്നിട്ട് ഒരു ദിവസം ഞങ്ങൾ ആസിഫ് അലിയുടെ ഷൂട്ട് കഴിഞ്ഞോണ്ടിരുന്നപ്പം ആസിഫ് അലിയുടെ ഫസ്റ്റ് ഇന്റർവ്യൂ ഇത് പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പം എല്ലാത്തിന്റെയും ഇടയ്ക്ക് പുള്ളി പറയണത് നമുക്ക് കേൾക്കുപോലും ഇല്ല. ഇവന്റെ മൈക്ക് ഭയങ്കര ഇവന്റെ ഹൈയും ആണ്. ഈ മൂളല് മാത്രം. അത് ലാസ്റ്റ് നമ്മുടെ എഡിറ്റർ പയ്യൻ പണിയെടുത്തിട്ടാണ് അത് മാറ്റിയത്. അതോടെ ഞാൻ പറയാം നീ ഇവൻ വേറെ. അതെ ഞങ്ങൾ സാധാരണ ഇപ്പൊ ഒരു പോഡ്കാസ്റ്റിനൊക്കെ പോകുമ്പോ പ്രത്യേകിച്ച് മൂവി പ്രൊമോഷൻ പോഡ്കാസ്റ്റിനൊക്കെ പോകുമ്പോ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ട്രailer-എങ്കിലും കണ്ട് പ്രിപ്പയർ ചെയ്യും. ഇത് അതൊന്നും ഇല്ല. കയ്യും വീശി നേരെ അങ്ങോട്ട് വരും. ഞാൻ അന്നേരം ടോവിനോട് പോഡ്കാസ്റ്റിന്റെ തൊട്ട് മുമ്പ് ഞാൻ ചോദിച്ചടാ നീ ട്രailer കണ്ടായിരുന്നു? പിന്നെ രണ്ടു വട്ടം കണ്ടെന്ന് കേട്ടാ. എന്നിട്ട് തുടങ്ങാറായപ്പോ എന്നോട് പറയുക അണ്ണാ എനിക്ക് സമയം കിട്ടിയില്ല. പുള്ളി അടുത്ത് വന്നു ക്യാമറ സ്റ്റാർട്ട് പറയാൻ പോവാ. എനിക്ക് സമയം കിട്ടിയില്ല, ഞാൻ നോക്കിയില്ല. ഇതാണ് ഇവനെ ഞാൻ ഇവിടെ ബാറ്റാരടക്കം എന്നോട് ചോദിക്കുന്നുണ്ട് ഇവൻ എന്തിനാ ഇവിടെ പിടിച്ചിരിക്കുന്നത്? എന്റെ എക്കോ ആണെന്നൊക്കെ. അല്ലല്ല ഇപ്പൊ ഓക്കെ ഇപ്പൊ എല്ലാം റെഡി ആയിരുന്നു. നമുക്ക് ആദ്യം ഒരു ഇതിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാനും അണ്ണനും മാത്രമായിരുന്ന സമയത്ത് എനിക്ക് സംസാരിക്കുന്നതിന്റെ ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പൊ അൻവർ ബ്രോ വരുമ്പോഴേ എനിക്ക് സംസാരിക്കുന്ന ഒരു പ്രശ്നമില്ല. സായിപ്പ് വന്നപ്പോഴും എനിക്ക് സംസാരിക്കുന്ന പ്രശ്നമില്ല. അത് വേറൊരാൾ വരുമ്പം ചോദിക്കുമ്പോ ഗസ്റ്റ് വരുമ്പോ എന്ത് ചോദിച്ചു എന്തെങ്കിലും ചോദിച്ചവർക്ക് ബാഡ് ആവോ? ഇനി ഞാൻ അങ്ങനെ വെക്കുന്നുണ്ടാണ്. ഇനി അല്ല വായത്തോന്നിയല്ല ഇനി നൈസായിട്ടുള്ള കാര്യങ്ങളെ ചോദിക്കത്തുള്ളൂ. ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് ഓപ്പോസിറ്റ് ആളെ എങ്ങനെ എടുക്കും എന്നുള്ളതിലാണ് പ്രശ്നം. അതാണ് അടിച്ചൊക്കെ കഴിഞ്ഞ് എന്ത് ചെയ്യും? തല്ലണല്ലേ ക്യാമറ കട്ട് ചെയ്ത് ഇപ്പൊ അടിക്കാം. നമ്മുടെ റോയാണ് അടിച്ചാലും ഇടും. ഞാൻ ചോദിക്കണം വിചാരിച്ചാ ബ്രോ എന്നോടൊന്നും പറഞ്ഞില്ല. ഇത് ഇങ്ങനത്തെ പ്ലാൻഡ് ഒന്നും അല്ല, നിങ്ങൾ തന്നെ ഇരുന്നങ്ങ് സംസാരിക്കും. ഇല്ല ബ്രോ ഞങ്ങൾ ആക്ച്വലി ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഞങ്ങളത് ഞങ്ങൾക്ക് ഈ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ക്യാഷ്വൽ ആയിട്ടിരിക്കാനുള്ള ഒരു പേടി മാത്രമേ ഉള്ളൂ. അതായത് ബ്രോ പറഞ്ഞ സെയിം സ്കീം നമ്മളിപ്പം ഓവർ ഫ്രീഡം എടുക്കുന്നതായിട്ടോ അല്ലെ ക്യാഷ്വൽ ആയിട്ട് സംസാരിക്കുന്നതായിട്ടോ അവർക്ക് തോന്നി അവർക്ക് ബാഡ് അടിക്കുന്നുള്ള ഒരു പേടി മാത്രമേ ഉള്ളൂ. ഞങ്ങൾ മോസ്റ്റ്ലി ഇപ്പം ഫെജോ ബ്രോ ആണ് ലാസ്റ്റ് ഞങ്ങൾ ചെയ്തത്. ഫെജോ ബ്രോ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ പുള്ളിയെടുത്ത് എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് അങ്ങനത്തെ ആൾക്കാരെ കിട്ടുന്നതാണ് ഏറ്റവും ഇഷ്ടം. സത്യം പറഞ്ഞാൽ ഒരുപാട് സെലിബ്രിറ്റി അങ്ങനെ വേണം എന്നില്ല ഞങ്ങൾക്ക്. ഞാൻ പറഞ്ഞില്ലേ നമ്മള് വരുന്ന എല്ലാ ഗസ്റ്റിനോടും പറയണേ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും. നമ്മൾ നോർമലി മറ്റേ ക്വസ്റ്റ്യൻ ആൻസർ പോലെ അതൊരു ടീച്ചർ സ്റ്റുഡന്റ് പോലെ ആയി പോകും. മനസ്സിലായി? അതെ ഇന്റർവ്യൂ പോലെ ആയി പോകും. അതെനിക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ ആദ്യമേ ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയപ്പോഴേ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ സെറ്റ് ഓഫ് സാധനങ്ങൾ വെച്ചിരുന്ന. ഇവിടുത്തെ പോഡ്കാസ്റ്റുകളൊക്കെ ഭയങ്കര സീരിയസ് ആണ്. അങ്ങനത്തെ സാധനം അതും വേണ്ടെന്ന് പറയണില്ല. ഒബ്വിയസ്ലി നമ്മൾ എന്തായാലും അങ്ങനെ കുറെ ആൾക്കാർ ചെയ്യാനുള്ളപ്പോൾ അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യും. അങ്ങനെയാണ് ഞങ്ങള് ഞങ്ങളുടെ പേരൊക്കെ ഭയങ്കര ഒഫൻസീവ് ആയിട്ട് കുറെ പേര് പറഞ്ഞതാണ്. കൊണ പേര് ഒഫൻസീവ് ആയിട്ട് എടുത്ത്. കാരണം പക്ഷെ ഞങ്ങൾ അതിന്റെ ഫുൾ ഫോം ഇട്ട് കേട്ടിരിക്കാൻ ഒരുപാട് നല്ല അധ്യായങ്ങളാണ്. അധ്യായം എന്ന് പറയുമ്പോൾ എപ്പിസോഡ് ഇത് ഞങ്ങൾ എല്ലാ ഗസ്റ്റുകളോടും പറയണതാ. അപ്പൊ കേട്ടിരിക്കുന്ന എന്നോട് പറഞ്ഞു ബ്രോ ഒന്ന് കൊണയിരിക്കുന്നു. അല്ല അതിന് വേറെ ഒരു മീനിങ്ങും ഉണ്ട്. അതുകൊണ്ടാണ് ആൾക്കാര് മനസ്സിലാകണം. ഓരോ സ്ഥലങ്ങളിൽ ഓരോ വേർഡ്സിന് ഓരോ അർത്ഥമായിരിക്കുമല്ലോ. അപ്പം അത് ഞങ്ങള് ഈ ഒരു വലിയൊരു പേരിന്റെ ഷോർട്ട് ടൈം ആയിട്ടാണ് കൊണാന്ന് ഇട്ടേക്കണത്. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല ഇട്ടത്. ഞങ്ങൾ ആദ്യം കൊണ എന്നുള്ള രീതിയിൽ, അതായത് ഞാൻ ഇന്ന് ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ കുറച്ചേരം സംസാരിക്കും. അപ്പൊ ആ സംസാര ശൈലി ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ഐഡിയയിലേക്ക് പോയത്. ഒരു ദിവസം ഞാൻ അണ്ണോട് വെള്ളം അടിച്ചിട്ട് ചുമ്മാ പറഞ്ഞാണ്. ഞാൻ അണ്ണോടല്ല, അവൻ വെള്ളം അടിച്ചിട്ട്. ഞാൻ ലൈവിലായിരുന്നു 24 hours. അണ്ണൻ 24 hours ഇരുന്നിട്ട് അണ്ണൻ ഏകദേശം ഒരു രാത്രിയായി, ഏകദേശം ഇച്ചിരി അണയാറായപ്പോ അപ്പൊ അണ്ണൻ ചുമ്മാ അണ്ണൻ്റെ അടുത്ത് പറഞ്ഞ ഞാൻ വീട്ടിൽ ഇരിക്കുവായിരുന്നു അണ്ണൻ്റെ കൂടെ. അപ്പൊ ലൈവില് പറഞ്ഞു കയറി വരാൻ പറഞ്ഞു ചുമ്മാ ലൈവില്. ഞാൻ പറഞ്ഞ അയ്യോ പൈസ ഒന്നുമില്ല. അപ്പൊ അണ്ണൻ നേരെ 2000 രൂപ വെച്ച് അപ്പോഴേ പെട്രോൾ അടിച്ച് നേരേക്ക് വന്ന് ഇവിടെ വന്ന് ചുമ്മാ ഞാൻ അണ്ണനോട് ഇരുന്ന് കൊണ പറഞ്ഞാണ്. അത് കയറി കുറെ ക്ലിപ്പൊക്കെ ആയി. അപ്പൊ എല്ലാരും കുറെ പേര് ഇങ്ങനെ പറഞ്ഞ് പോഡ്കാസ്റ്റ് ആയിട്ട് തുടങ്ങാം എന്നാണ്. ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല അൻവിൻ ബ്രോ. അതായത് ചെയ്ത സമയത്ത് തന്നെ, അതായത് ഞങ്ങള് 4 വീഡിയോയിൽ ഞങ്ങൾ 100K അടിച്ചു. ലിറ്ററലി 4 വീഡിയോ ഞങ്ങൾ 100K അടിച്ചു. ഫസ്റ്റ് വീഡിയോയിൽ മോണിറ്റൈസേഷൻ എനേബിൾ ആയി. ഫസ്റ്റ് ദിവസം മോണിറ്റൈസേഷൻ എനേബിൾ ആയി. വീഡിയോ ഇട്ട് ആദ്യത്തെ വീഡിയോ
ഞങ്ങൾ രണ്ടുപേരും ചുമ്മാ ഇരുന്ന് സംസാരിക്കുക. അവരാകെ പറഞ്ഞാൽ രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരുന്നു, 2 വീഡിയോ ഉണ്ടോന്ന് എന്തോല്ലായിരുന്നു. 2 വീഡിയോ ഇട്ടാലേ ഇതാവത്തുള്ളൂ. ആ ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഞങ്ങളുടെ മോണിറ്റൈസേഷൻ ഫുൾ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി. ഞങ്ങള് തന്നെ കിളിപോയിരിക്കണം. ഞാൻ ഇവന് മാത്രമേ ഉള്ളൂ ഞങ്ങളിങ്ങനെ ഇതായിട്ട്. ഞങ്ങൾ പിന്നീടാണ് ഗസ്റ്റുകളെയൊക്കെ കൊണ്ടുവരാൻ തുടങ്ങിയത്. അപ്പോഴത്തേനും ഞങ്ങൾ പോലും വിചാരിക്കാത്ത ഒരു ഗ്രോത്താണ് ഞങ്ങൾക്ക് ഉണ്ടായത്. ബട്ട് സ്റ്റിൽ ഞാൻ ഇപ്പോഴും ഇല്ല ബ്രോ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇതിന് റവന്യൂ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചവറ് പോലെ വീഡിയോസ് ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾക്ക് നല്ലൊരു റീച്ച് ഉണ്ടായിരുന്നു. മേ ബി ഈ വീഡിയോ ചിലപ്പം കുറെ ഇപ്പൊ നല്ലൊരു ഗ്യാപ്പിന് ശേഷം ഞങ്ങൾ ഇടുന്നത്. ചിലപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന എക്സ്പോഷർ ഇതിന് കിട്ടില്ലെന്ന് വരാം. എന്നാലും ബട്ട് സ്റ്റിൽ പറയാം ഞങ്ങളുടെ സന്തോഷത്തിന് ചെയ്യുന്ന കാര്യം ഇത്. അതായത് നല്ല ബാക്കിയുള്ളവരിൽ യുണൈക്ക് ആയിട്ട് അല്ല. ഞങ്ങളിപ്പം അഡ്മിൻ ബ്രോ ഇവിടെ എന്തിനാ വന്നതെന്ന് പോലും അഡ്മിൻ ബ്രോയ്ക്ക് അറിയാം. നമ്മളൊരു ബിസിനസ് കാര്യം സംസാരിക്കാൻ വന്നിടത്തുനിന്ന് കിട്ടിയ ടൈമിന് ഞാൻ ഇവനെ വിളിച്ചു വരുത്തി സാധനമാണ്. അപ്പൊ ഇങ്ങനെ ഇത് കൊണ്ടുപോകാനാണ് ഞങ്ങൾക്ക് താല്പര്യം. സോ അപ്പൊ അന്വൻ ബ്രോ, ഇപ്പം എനിക്ക് നമുക്ക് ഇപ്പം ഇത്ര നേരം സംസാരിച്ചതിന്റെ ഇതിൽ പറയാണ്, എനിക്കപ്പോ മനസ്സിലായി അന്വൻ ബ്രോയ്ക്ക് അപ്പൊ ഈ സോഷ്യൽ മീഡിയ വഴി ബിസിനസ് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യം കറന്റ് എന്തായാലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മളിപ്പോ കറണ്ട് സെനറിയായിട്ട് കുറെ കാര്യങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതായത് ഈ വളർന്നു വരുന്ന ആൾക്കാരെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ പെടുത്തുക, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ കാര്യം മതി. അതെ, അതും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ വേടന്റെ ഒക്കെ കേസ് കണ്ടിട്ടില്ലേ. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ സക്സസ്ഫുൾ ലൈഫും കാര്യങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയതിനു ശേഷം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? സോഷ്യൽ മീഡിയയിൽ ബിസിനസ് ഡെവലപ്പ് ആയിട്ടുണ്ട്. പിന്നെ ഓട്ടോസ്പോ ആൾക്കാർ അവർക്ക് സോഷ്യൽ മീഡിയ കൂടിയാണ്. അല്ലായിരുന്നെങ്കിൽ അറിയത്തില്ലായിരുന്നു. ഓക്കെ, അതിന് ഇതൊന്നും അറിയുമ്പോ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരിക്കും ഏറ്റവും വലിയ എനിമീസ് ആകുമ്പോൾ. അതങ്ങനെയാണ് അതിന്റെ ലോജിക്ക്. അപ്പൊ നമ്മളൊരു പരിധിക്ക് അപ്പുറത്തേക്ക് എത്രത്തോളം അടുപ്പിക്കുന്നു അത്രത്തോളം എനിമി ആവാൻ പോകുന്ന ആളുടെ സ്ട്രെങ്ത് കൂടിക്കൊണ്ടേയിരിക്കും. പല കാര്യങ്ങളും റിവീൽ ചെയ്യാൻ പാടില്ല. ഇവിടെ പറയാ അവിടെ പറയാ, അത് പല ആൾക്കാരും പോസ്റ്റ് ചെയ്തെടുക്കുക, എന്നിട്ട് വീഡിയോസ്. അതൊന്നും എനിക്ക് വിശ്വാസമില്ല. ഇത് എന്നെ പറ്റി ആർക്കും എന്തും പറയാം, എനിക്ക് എന്നെ അറിയാം. ഓക്കെ, ആസ് ലോങ് ആസ് ഐ നോ മീ ഡസന്റ് മാറ്റർ. അപ്പം ആ ഒരു റൂളിൽ മാത്രമേ ഞാൻ വർക്ക് ചെയ്യുന്നുള്ളൂ. ഇപ്പം റീസെന്റ് കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ഇവിടെ പറയുന്നില്ല. ഞാനിപ്പോ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഷിയാസിക്കാന്ന് പറഞ്ഞിട്ടുള്ള പുള്ളി അൽസാച്ചിന്റെ ഓവർ. അപ്പൊ പുള്ളിയോട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ പുള്ളിയെ പറഞ്ഞ ആ ഒരു ഡയലോഗ് ഞാൻ റീട്വീറ്റ് ചെയ്ത് പറയാം, ഈ എന്റെ കാര്യം നോക്കി നടക്കുക, എന്നെ ആരെന്ത് പറഞ്ഞാൽ ഈ മൈൻഡ് ചെയ്യാൻ. അങ്ങനെ ആണ് ലോകം. എന്നെ അത് അഫക്ട് ചെയ്യാത്ത പക്ഷം വിട്ടുകി. കാരണം നമ്മൾ മറുപടി കൊടുക്കാൻ നിന്നാൽ മാത്രമേ അടുത്ത കണ്ടന്റ് ആവുക. ശരിയാണ്, അല്ലേ? ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന കാര്യം ഇപ്പൊ ഗ്രോ ഇട്ടാൽ മാത്രം നാളെ നമ്മൾ തമ്മിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടായെന്ന് നാട്ടുകാരെ അറിയത്തുള്ളൂ. നമ്മൾ ഇട്ട് കൊടുത്താൽ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ത് പറഞ്ഞാലും ഉണ്ടായിരിക്കുക. ടെസ്റ്റിൻ മാറ്റർ. നമ്മളെ എന്തും പറയാം, നമ്മളെ കള്ളനെന്നോ കൊള്ളക്കാരനെന്നോ. ഞാൻ മണി ലോണ്ടറിന്റെ കിങ് ആട്ടോ, വിഷയമാണ്. ബ്ലാക്ക് മണിയുടെ കിങ് അല്ല. ഇതൊക്കെ നമ്മൾ അറിയുന്നില്ല. നമ്മൾ വിട്ടുപിടിക്കുക. ആരെന്തുകൊണ്ടും പറഞ്ഞു നമ്മളെ ബാധിക്കത്തില്ല. ബാധിക്കാത്ത പക്ഷം ബാധിച്ചാൽ എനിക്ക് ഡീൽ ചെയ്യാൻ അറിയാം. അതിപ്പോ ഞാൻ സോഷ്യൽ മീഡിയ വന്നിരുന്ന് ഉണക്കിയൊന്നുമില്ല. അല്ലാതെ ഡീൽ ചെയ്യേണ്ട കാര്യം എനിക്ക് ഡീൽ ചെയ്യാൻ അറിയാം. അതാ ഒരു വഴിക്ക് ഡീൽ ചെയ്ത് വിടുക. ആരായാലും കുഴപ്പമില്ല. നാളെ ഇപ്പം നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല നാളെ നമ്മൾ നല്ല ടേംസിൽ ആയിരിക്കുന്നത്. ഇതൊക്കെ ലൈഫാണ്. നമ്മൾ എങ്ങനെ എടുക്കുന്നോ അതനുസരിച്ച് കാര്യങ്ങളും. ശരിയാ. അപ്പം അല്ലെ, അതിൽ കൂടുതൽ ഒരു കാര്യം മാറ്റർ ചെയ്യുന്നുണ്ടോ? ഇല്ല. ശരിയാണോ എനിക്ക് തെറ്റാന്ന് പറയാൻ ആക്ച്വലി എന്ത് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ചില കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ എനിക്ക് അതിൽ കൂടുതൽ സന്തോഷം വേറെ ഒന്നിലും കിട്ടൂല എന്ന് പറയല്ലേ, അതെന്തായിരിക്കും അന്വിനോട് പെർസ്പെക്റ്റീവില്? നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ പെറ്റ്സ് ആണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞില്ലേ. ബട്ട് ഐ ലവ് മേക്കിംഗ് മണി. പൈസ ഉണ്ടാക്കാനാണ് എന്റെ ഡ്രഗ്. ഓക്കെ, ഐ നോ ഹൗ ടു മേക്ക് മണി, ഐ വിൽ മേക്ക് മോർ മണി. അതെനിക്ക് ഗ്യാരണ്ടീഡ് ആണ്. അങ്ങനെ തന്നെയാണ് അതിന്റെ കാര്യങ്ങൾ. അപ്പം ഞാൻ കള്ളു പിടിക്കുന്നതാണ്, അത് വിട്ട് വേണമെങ്കിൽ വലിക്കും. എനിക്ക് വലിക്കാറുണ്ട്, അതൊന്നും തെറ്റൊന്നുമില്ല. ഞാൻ എന്റെ സൈഡാണല്ലോ പറയുന്നത്. അതിനേക്കാളും കൂടുതൽ ലഹരിയാണ് എനിക്ക് മണി. അതാണ് എനിക്ക് ഉണ്ടാക്കാൻ ഏറ്റവും സാധനം. അതുണ്ടാക്കും. രണ്ടാമത് എന്റെ പീസ് എന്ന് പറയുന്നത് ആൾമാരുടെ സ്പെൻഡ് ചെയ്യുക. ലൈഫ് ഇങ്ങനെ പോകും. എത്ര റിസ്ക് ആണെങ്കിലും നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഇങ്ങനെ ഷോയിൽ പോയാൽ മതി. അതിനപ്പുറത്തൊന്നും എനിക്ക് വേണമെന്ന് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറത്ത് എന്ത് വേണം? മണി ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ബാക്ക് ഓഫ് ഇല്ല. ബ്രോ എന്താ പറഞ്ഞാലും ഇപ്പം പെറ്റ്സാണ് സന്തോഷമെങ്കിലും അവരുടെ കൂടെ സന്തോഷത്തോട്ടിരിക്കാൻ എന്തായാലും പൈസ ആണ്. പിന്നെ അമ്മക്ക് കൂട്ടുവാൻ പൈസ വേണ്ടേ? ഇത് ഡെഫിനറ്റ്ലി ഫൗണ്ടേഷൻ മണിയാണ്. അതാണ്. പിന്നെ അതല്ലാണ്ട് കാര്യം നമ്മളിതൊക്കെ ഇവിടെ വന്നിട്ട് കുണക്കണെങ്കിലും പൈസ വേണം. ഈ പൈസ ഇല്ലായിരുന്ന സമയത്തും ഇപ്പൊ ഉണ്ടായിരുന്ന സമയത്തും റെസ്പെക്ടിന് വ്യത്യാസമാണെന്ന് തോന്നുന്നു. പിന്നെ ഡെഫിനറ്റ്ലി എന്ത് സംശയം.
ഇപ്പൊ അല്ല സോഷ്യൽ മീഡിയയിൽ കൂടെ എന്നെ കുറെ പേർക്ക് എന്നെ ഒരുപാട് പേർക്ക് അറിയാതെ ഇപ്പൊ നമുക്ക് തരുന്ന അപ്രോച്ച് വ്യത്യാസമുണ്ട്. റിലേറ്റീവ്സ് ആയാലും അറിയുന്ന ആൾക്കാരായാലും ഫ്രണ്ട്സ് ആയാലും റെസ്പെക്ട് ഇൻ ഡിഫറെന്റ്. പൈസ ഉണ്ടെങ്കിൽ പൈസക്ക് വേറൊരു റെസ്പെക്ട് തന്നെ, അത് അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. പ്രിവിലേജും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഫെയിം ഉണ്ടെങ്കിൽ കുറച്ച് പ്രിവിലേജ് വരും, അതൊക്കെ റിയലാ. അതൊന്നും ആരൊക്കെ എത്ര പറഞ്ഞാലും പൈസ ഉണ്ടെങ്കിൽ റെസ്പെക്ട് വരും, അതുകൊണ്ടേ റെസ്പെക്ട് വരുള്ളൂ. ഹാപ്പിനെസ് ഒന്നും ഇല്ല. അല്ലെങ്കിൽ നമ്മൾ ഈ മറ്റേ പട്ടി വില എന്ന് പറയുന്നത്, ഈ പട്ടി വില എന്ന് പറയുന്ന സംഭവം അറിയാമോ? ഈ പട്ടികൾ ഒരു പുച്ഛം കൊള്ളു വളർന്ന പട്ടി. ഇപ്പൊ എനിക്കറിയാം, ലിയാപ്പിക്ക് നല്ല പുച്ഛം തരും. അതെ, പട്ടി പുച്ഛം കിട്ടും പൈസ ഇല്ലെങ്കിൽ. പിന്നെ ഉള്ള സമയത്ത് എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കിയിട്ട് ഒറ്റ സമയമുള്ളൂ, ഒരു ലൈഫേ ഉള്ളൂ. പഠിക്കേണ്ടവർ പഠിക്കുക, ബിസിനസ് ചെയ്യുമ്പോൾ ബിസിനസ് ചെയ്യുക, ബാക്കിയുള്ളവർ പറയുന്ന കേൾക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്താ ആഗ്രഹം ഉണ്ടോ അത് നടത്തുക, അത് മാത്രം മതി. ശരി അല്ലേ? അത് വേർഡ്സ് ആയിരുന്നു. പിന്നെ അല്ലാതെ അതെ, അതാ നമുക്ക് എന്ത് ഇഷ്ടമുണ്ടോ അത് ചെയ്യാം. അല്ലാതെ എല്ലാരും ഇപ്പം അൻവിൻ ബ്രോയെ കണ്ടുകൊണ്ട് എല്ലാരും ബിസിനസ് ചെയ്യാൻ ഇറങ്ങി എല്ലാരും രക്ഷപ്പെടണമെന്നില്ല. ശരിയാണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, അല്ലെ നമുക്ക് നമ്മുടെ എന്ത് സ്കിൽസ് ആണോ അത് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനു വേണ്ടി വർക്ക് ചെയ്യാം. അതായത് ഇപ്പൊ ഞങ്ങൾ ഓരോരുത്തരും അങ്ങനെ തന്നെയല്ലേ. ഇപ്പം ഞാനിപ്പോ ഗെയിമിംഗ് സ്ട്രീമിംഗ് ഇതൊക്കെ ചെയ്യുന്നു. ഇതിനകത്ത് തന്നെ ആൾക്കാർ വളരെ കുറവാണ് വരുന്നത്. എന്നുവെച്ചാൽ വന്നാലും വരുന്നവരൊക്കെ ഉണ്ടല്ലോ, എല്ലാവരുടെയും ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ടോപ്പായിട്ട് നിൽക്കുന്നവരെന്താ അവരെ ഫോളോ അപ്പ് ചെയ്യാൻ നോക്കുക. അത് ഒരിക്കലും ചെയ്യുന്നു. എനിക്ക് അതിനോട് ഞാൻ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് കോപ്പി ചെയ്യാതെ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യും. സത്യം, അത് ചെയ്യാൻ ഞങ്ങളുണ്ടല്ലോ ഇവിടെ, അത് ചെയ്യാൻ നമ്മളില്ലേ. അപ്പൊ ഇതിന് സംതിങ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കൊണ്ടുവന്നാലേ, അല്ലാതെ നമ്മൾ ചെയ്യുന്നത് ചെയ്തു എന്ന് പറഞ്ഞ് സക്സസ് ആവണമെന്ന് ഒരിക്കലും ഇല്ല. ചില ഭയങ്കര ഇതിനൊരു ഭാഗ്യവും ഇതൊക്കെ ഉണ്ട്, ഹാർഡ് വർക്ക് ഉണ്ട്, ഭാഗ്യമുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ എല്ലാരും മണി എന്ന് പറയുന്ന സാധനം ഭയങ്കര ഒരു വാല്യൂം റെസ്പെക്റ്റും ഒക്കെ നമ്മളെ തരുന്ന സാധനമാണ്. അപ്പോൾ പറ്റുന്ന സമയത്ത് നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് ഉണ്ടാക്കുക. പിന്നെ ഒരു സാധനത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ തുടക്കമേ വിടാൻ നോക്കുക. അതിനു വേണ്ടി കഷ്ടപ്പെട്ടാലേ ഗിവ് അപ്പ് ചെയ്യരുത്. അതിപ്പോ ആരാണല്ലോ ഇപ്പൊ ഞങ്ങൾ ഇരിക്കണല്ലോ. ഇപ്പം അൻവിൻ ബ്രോ ഇവിടെ ഇരുന്ന് നിങ്ങളുടെ അടുത്ത് സക്സസ് പറയുമ്പോൾ അതിന്റെ പുറകില് സ്ട്രഗിൾ ചെയ്ത ഒരുപാട് ഇയേഴ്സ് ഉണ്ടാവും അല്ലേ? ഉറപ്പായിട്ടും. അപ്പൊ അതിനെപ്പറ്റി ആർക്കും വലിയ ധാരണ ഉണ്ടാവില്ല. നമ്മൾ സക്സസ് ആവുന്ന സമയത്തായിരിക്കും നമ്മുടെ പേര് വെളിയിൽ അറിയാം. അതുവരെയുള്ള സ്ട്രഗിൾസും നമ്മുടെ ഇതൊക്കെ നമ്മളെ വളരെ ക്ലോസ് ആയിട്ട് നമ്മുടെ കൂടുന്നവർക്കൊക്കെ അറിയുള്ളായിരിക്കും, വേറെ ആർക്കും അറിയില്ല. ഇപ്പം അത് ഒരിക്കലും ഒരാളെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പാടില്ല. എനിവേ അൻവിൻ ബ്രോ ശരിക്കും ബിഗ് പ്ലഷർ. ഉറപ്പായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയ ഒരു വലിയ കാര്യം. അതായത് ഞങ്ങള് റീൽസിലൊക്കെ കണ്ടോണ്ടിരുന്ന ഒരാളുടെ അടുത്ത് പെട്ടെന്ന് ഇങ്ങനെ ക്ലോസ് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും എന്നൊരു സാധനം ഞങ്ങൾ വിചാരിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. അതിപ്പോ എന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ വിട്ടോ, എന്നാലും നമ്മുടെ ഫസ്റ്റ് മീറ്റ് വളരെ റീസെന്റ് ഒരു 3-4 ദിവസമായിട്ടുള്ളൂ നമ്മൾ കണ്ടിട്ട്. അപ്പൊ ഒബിയസ്ലി ഞങ്ങൾക്ക് നിങ്ങളോട് ഇങ്ങനെ ഇരുന്നൊരു ടൈം സ്പെൻഡ് ചെയ്യാനും സംസാരിക്കാനൊക്കെ പറ്റിയത് ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ഓഡിയൻസിനാണേലും സത്യം കുറെ പേർക്ക് ആയിട്ടുള്ള ഒരു അന്വിൻ നമ്മൾ കണ്ട് എല്ലാരും കണ്ടു. ഞങ്ങൾ ആക്ച്വലി എൻ്റെ അടുത്ത് കുറെ പേര് പറഞ്ഞതാണ് അൻവിൻ ബ്രോയുടെ കൂടെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യണം. അപ്പൊ ഞാൻ കഴിഞ്ഞോടെ നിങ്ങൾ വന്നപ്പോൾ പോലും ഞാൻ ലൈവില് പറഞ്ഞെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒരു പോഡ്കാസ്റ്റ് ചെയ്യാനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു. ഇന്ന് ലിറ്ററലി സത്യസന്ധമായിട്ട് പറയണ കേസ് നമ്മള് പോഡ്കാസ്റ്റ് ആയിട്ട് വന്നതല്ല. ഞങ്ങള് ഇവിടെ വന്നിട്ട് ഞാൻ ഓൾറെഡി ബിസിനസ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം ഒബ്വിയസ്ലി നമ്മൾ ചെയ്യാൻ പോണ കാര്യങ്ങളിൽ ഒരാളെ അച്ഛനും അമ്മയ്ക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ. ഞാൻ എൻ്റെ വീട്ടിലോട്ടല്ലാതെ ഇൻവൈറ്റ് ചെയ്തതാ. അപ്പൊ ഞങ്ങള് വൈകുന്നേരം കൂടുന്നതിനൊക്കെ മുമ്പ് ഒന്ന് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാം എന്നുള്ളൊരു മൈൻഡിൽ ചെയ്യുന്നൊരു പോഡ്കാസ്റ്റ് ആണ്. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. അപ്പം എന്താ പറയാ, താങ്ക് യു സോ മച്ച് കമ്മിങ് അൻവിൻ ബ്രോ. ഇനിയും സക്സസ് ഒക്കെ ഉണ്ടാവട്ടെ. ഈ കേരളത്തില് മറ്റേ നമ്മൾ പറഞ്ഞതുപോലത്തെ വീഡിയോ സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റട്ടെ. അതില് കൂടുതൽ വണ്ടികളെ മേടിക്കാൻ പറ്റട്ടെ, കൂടുതൽ പിള്ളേരെ മേടിക്കാൻ പറ്റട്ടെ. നെഗറ്റീവ് എല്ലാം പോട്ടെ, പോസിറ്റീവ് മാത്രം. അപ്പൊ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റ് സെക്ഷനിൽ അറിയിക്കണം. അപ്പൊ അതെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ അൻവിൻ ബ്രോ ഇന്നത്തെ സൈൻ ഓഫ് പറയും. എങ്ങനെ പറയേണ്ടത്? നമ്മുടെ സൈനിങ് ഓഫ്, അൻവിൻ സൈനിങ് ഓഫ് ഫ്രം Kona the podcast. Bye bye guys. Smile. See you. Okay. All right. Thank you everyone for watching. Anvin signing off from Kona. Thank you. Thank you very much. Thank you so much guys.